നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ, രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതനായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനേ, വിശുദ്ധ തോമായേ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിന്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദേവകുമാരന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനികൾക്ക് മക്കളുമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രത്യാശയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തവൃത്തിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കണക്കമറ്റ കനികയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിത്വത്തിന് മകമരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിനേറ്റ യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപേക്ഷത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകവതിയായ കനികേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിനേറ്റ യോഗ്യയായ കനികേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന് കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആധ്യാത്മിക പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലതം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണ്ണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിഷകാലത്തിലെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സംഗീതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടിയേറ്റക്കാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോസ്തലന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അന്തകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മനോമയമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗ്ഗരൂപിണിയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യനാട്, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യനാട്, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യനാട്, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യവരുടെ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ ബേശികൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതമായ കനികാമാതാവേ, സകല ആപത്തുകളിൽ നിന്ന് ഇപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്കായി ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടെ അങ്ങേപ്പക്കൽ അണിഞ്ഞിരിക്കുന്ന ഈ കുടുംബത്തെ തൃക്കം പാർത്ത് നിത്യകനികയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചിരണമേ. ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ യോഗ്യതയെ കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണാമാതാവേ, സ്തുതി. ഞങ്ങളുടെ ജീവനും മാതാവേ, ശരണമേ, സ്തുതി. കണ്ണിനെ താഴ്വരയിൽ നീക്കിക്കഴിഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നിൽക്കപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ നിരത്തിന് അനുഗ്രഹമായ ഈശോയെ ഞങ്ങൾ കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യം നിറഞ്ഞ അനുഗ്രഹമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്കായി ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യമായ സർവേശ്വര, ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രൻ യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടാൻ കൃപയണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായുടെ യോഗ്യതയെ കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. മിസ്യോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്യോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്യോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്യോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവേ സർവേശ്വര. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവമേ, ഞാനൊരു
പാപിയാണ്. മാരകരോഗത്തിൻ പിടിയിലാണ്. മരണഭയത്തിൻ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കേണിടുന്നു. ദൈവമേ, ഞാനൊരു പാപിയാണ്. മാരകരോഗത്തിൻ പിടിയിലാണ്. മരണഭയത്തിൻ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കേണിടുന്നു. കാൽവരി മലയുടെ കീഴിലായി തിരുച്ചോര നോക്കി ഞാൻ നിന്നിടുന്നു. കാൽവരി മലയുടെ കീഴിലായി തിരുച്ചോര നോക്കി ഞാൻ നിന്നിടുന്നു. ആ തിരുരക്തത്താൽ കഴുകണേ നീ, പാപിക്കു മോചനം നൽകിടണേ. ആ തിരുരക്തത്താൽ കഴുകണേ നീ, പാപിക്കു മോചനം നൽകിടണേ. ദൈവമേ, ഞാനൊരു പാപിയാണ്. മാരകരോഗത്തിൻ പിടിയിലാണ്. മരണഭയത്തിൻ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കേണിടുന്നു. കണ്ണുനീർ തോരാത്ത രാത്രികളിൽ ക്രൂശിതാ നിന്നെ ഞാൻ തേടിടുന്നു. കണ്ണുനീർ തോരാത്ത രാത്രികളിൽ ക്രൂശിതാ നിന്നെ ഞാൻ തേടിടുന്നു. പൂർവപാപത്തിന്റെ ഓർമ്മകളും തീവ്രമായ വേദന ഏകിടുന്നു. പൂർവപാപത്തിന്റെ ഓർമ്മകളും തീവ്രമായ വേദന ഏകിടുന്നു. ദൈവമേ, ഞാനൊരു പാപിയാണ്. മാരകരോഗത്തിൻ പിടിയിലാണ്. മരണഭയത്തിൻ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കേണിടുന്നു. കർത്താവേ, കരുണയ്ക്കായി കേണിടുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുന്നു, അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എന്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിന്റെ നിയമത്തെ ഓർത്ത് ആഹ്ലാദിക്കുന്നു. എന്റെ അവയവങ്ങളിലാകട്ടെ എന്റെ മനസ്സിന്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപത്തിന്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന്റെ സ്തോത്രം. ലോകമെമ്പാടുമുള്ള മിസിയോ കുടുംബാംഗങ്ങളെ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. മിസിയോ കുടുംബത്തിന്റെ രക്ഷാധികാരിയായ അഭിമന്യ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെയും പ്രിയമുള്ള പ്രൊഫസർ ആലിസ് കുട്ടി ചേച്ചിയെയും റിസർച്ച് ടീമിനെയും എല്ലാ മെന്റേഴ്സിനെയും സമാപന പ്രാർത്ഥനയ്ക്കും ബ്ലെസ്സിങ്ങിനുമായിട്ട് കടന്നു വരുന്ന ബഹുമാനപ്പെട്ട ഷാൻ മുടിയത്ത് അച്ഛനെയും വചനം പ്രഘോഷിക്കുന്ന കാർമലി ചേച്ചിയെയും സാക്ഷ്യം പറയുന്ന വത്സ ചേച്ചിയെയും സ്ലൈഡ് പ്രസന്റേഷൻ ചെയ്യുന്ന സീന ക്ലീറ്റസിനെയും മറ്റെല്ലാ ശുശ്രൂഷകരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ കേൾക്കുന്ന മക്കളിൽ പാപാവസ്ഥയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷവൽക്കരണത്തിനായി ദൈവമക്കളായ നമ്മെ ഓരോരുത്തരെയും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപമെടുത്ത മിസിയോ കൂട്ടായ്മ നേതൃത്വം നൽകുന്ന പ്രിലിംസ് കോഴ്സിന്റെ 13ാമത് ബാച്ചിന്റെ 3ാമത്തെ സെഷനിലാണ് നാം ഇന്നായിരിക്കുന്നത്. ഈ അനുഗ്രഹീത വേളയിൽ നിങ്ങളെ ഓരോരുത്തരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച തോമസ് ചേട്ടനും കുടുംബത്തിനും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതിമനോഹരമായ ഗാനത്തിലൂടെയും തീക്ഷ്ണതയേറിയ പ്രാർത്ഥനയിലൂടെയും കൂടുതൽ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മെ നയിച്ച ഡേവിസ് ചേട്ടനും ഒത്തിരി നന്ദി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മോടൊപ്പമായിരിക്കുന്ന മിസിയോ കൂട്ടായ്മയുടെ രക്ഷാധികാരിയും ഷിക്കാഗോ രൂപതയുടെ മെത്രാനുമായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസിയോ കൂട്ടായ്മയുടെ നെടുന്തൂണായി എന്നും പ്രവർത്തിക്കുന്ന പ്രൊഫസർ CC ആലീസ് കുട്ടി ആന്റിയെയും ആന്റിയോടൊപ്പം തന്നെ ഈ കൂട്ടായ്മയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും, മെന്റേഴ്സിനെയും, എല്ലാ സബ് ഗ്രൂപ്പ് ലീഡേഴ്സിനെയും, നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ വ്യവസ്ഥകളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ആഴ്ചത്തെ സെഷനിലൂടെ മനസ്സിലാക്കി. കഴിഞ്ഞ ഒരാഴ്ചക്കാലം സബ് ഗ്രൂപ്പുകളിൽ പങ്കുവെക്കപ്പെട്ട ദൈവവചനത്തിലൂടെ ഈ ദൈവസ്നേഹത്തിന്റെ ആഴവും പരപ്പും നാം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കി. ദൈവം നമ്മിലേക്ക് ചൊരിയുന്ന ഈ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ, അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പലപ്പോഴും കഴിയുന്നുണ്ടോ? ഇതിനുള്ള ഒരു ഉത്തരമായിരിക്കും ഇന്നത്തെ സെഷൻ. രണ്ടാമത്തെ നിത്യസത്യമായ പാപാവസ്ഥയെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ സെഷന്റെ പ്രൊക്ലമേഷന് വേണ്ടി ഡോക്ടർ കാർമലി ജോണിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏവർക്കും സ്നേഹവന്ദനം. വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവപിതാവിന്റെ സ്നേഹം അനുഭവിച്ചറിയാനും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കാനും തടസ്സമായി നിൽക്കുന്നത് നമ്മിലെ പാപാവസ്ഥയാണെന്നുള്ള വസ്തുതയാണ് ഈ വചന പ്രഘോഷണ സമയത്ത് നാം കേൾക്കുക. വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത് അതിഗാഠമായ ഒരു ദൈവസ്നേഹാനുഭവം പങ്കുവെച്ചുകൊണ്ടാണ്. ദൈവം മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ദൈവരാജ്യത്തിന്റെ സ്നേഹാനുഭവം ഈ ലോകത്തിൽ കൊണ്ടുവരാനുള്ള ദൈവിക പദ്ധതിയിൽ മനുഷ്യനെ ഉൾച്ചേർക്കുന്നു. ദൈവം തന്റെ കൈകളാൽ മനുഷ്യന് രൂപം നൽകി ദൈവത്തിന്റെ ഛായയും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ തരം വൃക്ഷങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും തോട്ടത്തിന്റെ നടുവിൽ ദൈവം വളർത്തി. ഏതൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കുവാനുമായി ദൈവമായ കർത്താവ് അവനെ അവിടെയാക്കി. താൻ സൃഷ്ടിച്ചവയ്ക്ക് പേരിടാൻ പോലും നൽകി. ദൈവം മനുഷ്യനെ അതിനുവേണ്ടി അനുവദിച്ചു. ഏകനാക്കി വിട്ടില്ല. നരനിൽ നിന്ന് വാരിയലെടുത്ത് നാരിയെ സൃഷ്ടിച്ചു. വെയിലാറിയപ്പോൾ സായാഹ്ന സവാരിക്ക് ദൈവത്തിന്റെ കരം പിടിച്ചവർ നടന്നു. ദൈവം അവരോട് കൽപ്പിച്ചു. ഉൽപ്പത്തി 2:16-17 തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ പഴം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി 2-3 അധ്യായങ്ങളിൽ, അതായത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ താളുകളിൽ തന്നെ മനുഷ്യന്റെ അധപതനം എന്ന തലക്കെട്ടോടുകൂടി നൽകിയിരിക്കുന്നു ആദിമാതാക്കളുടെ ഈ പരാജയത്തിന്റെ, ഈ തകർച്ചയുടെ, ഒരു പാളിച്ചയുടെ, ഒരു പാപാവസ്ഥയുടെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് നാം അവിടെ കാണുന്നത്.
നമുക്കറിയാം ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിക്കുകയാണ്, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറയുകയാണ്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് വളരെ വിദഗ്ധമായി തന്റെ വക്രത അറിയിക്കുകയാണ്. നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം, നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിനറിയാം എന്നാണ് അവിടെ സമർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഭർത്താവിന് കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു. ഇലകൾ കൂട്ടിത്തിന്നി അവർ അരക്കച്ച ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ചു, നീ എവിടെയാണ്? 33:9. പ്രിയപ്പെട്ടവരെ, ആത്മീയതയുടെ തീരങ്ങളിൽ നീ എവിടെയാണ് എന്നുള്ള ചോദ്യമായി ചരിത്രത്തിലെ ആദ്യത്തെ ചോദ്യം ദൈവം നമ്മോട് ചോദിക്കുന്നുണ്ട്. പാപാവസ്ഥയിലായിരിക്കുന്ന ഓരോരുത്തരും എവിടെയാണ്, നീ എവിടെയാണ് എന്ന് ചോദിക്കുന്ന ദൈവത്തിന്റെ ഒരു സ്വരം കേൾക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അവൻ എന്താണ് മറുപടി പറഞ്ഞതെന്ന് നോക്കാം. തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? അവർ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ. നമുക്കറിയാം, അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്ന് തന്നിലേക്ക് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച സ്ത്രീയെ കുറിച്ചാണ് വളരെ പെട്ടെന്ന് പുരുഷൻ ഇപ്രകാരം പറയുന്നത്. തെറ്റുകളിലേക്ക് എത്തിയപ്പോൾ കുറ്റാരോപണങ്ങളുടെയും ന്യായീകരണങ്ങളുടെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യർ പെട്ടെന്ന് വീഴുന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പടുത്തുന്നു. CCC 397 പറയുന്നത് ഇപ്രകാരമാണ്, ദൈവത്തോടു കൂടി സ്നേഹബന്ധത്തിൽ ദൈവികരാകാൻ വിളിക്കപ്പെട്ടവർ പിശാചിനാൽ പ്രലോഭിതരായി ദൈവഹിതത്തിന് വിരുദ്ധമായി ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു. ദൈവത്തോടുകൂടി സ്നേഹബന്ധത്തിൽ ദൈവികരാകാൻ വിളിക്കപ്പെട്ടവർ പിശാചിനാൽ പ്രലോഭിതരായി ദൈവഹിതത്തിന് വിരുദ്ധമായി ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു. ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചപ്പോൾ അവർക്ക് പാപമില്ലായിരുന്നു, അവർക്ക് മരണമില്ലായിരുന്നു, എന്നേക്കും ജീവിക്കാൻ ജീവവൃക്ഷത്തിന്റെ ഫലവും നൽകിയിരുന്നു. സർപ്പത്തിന് ഇഴഞ്ഞും പൊടിഞ്ഞും ജീവിക്കാൻ സ്ത്രീക്ക് ഗർഭാരിഷ്ടതകൾ, പുരുഷനാകട്ടെ കഠിനാധ്വാനവും ശപിക്കപ്പെട്ട മണ്ണും ഫലരാഹിത്യവും ലഭിച്ചു. ദൈവം മനസ്സിലാക്കുകയാണ്, മനുഷ്യനേതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ച് അമർത്യനാകാൻ ഇടയാകരുത് എന്ന് തീരുമാനിച്ച് കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കുകയും മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മത്സരിക്കാൻ വിടുകയും ഏദൻ തോട്ടത്തിന് കെരൂബുകളെ കൊണ്ട് കാവൽ നിർത്തുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവനിഷേധവും അവിടുത്തോടുള്ള എതിർപ്പുമാണ് അവർ പ്രകടിപ്പിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പാപമില്ലായിരുന്നു, മരണമില്ലായിരുന്നു, ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം അവരോടുകൂടി സജീവമായി എന്നും നിലനിന്നിരുന്നു. ദൈവികരാകാൻ വിളിക്കപ്പെട്ടവർ പ്രലോഭിതരാകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പാപാവസ്ഥ. ദൈവഹിതം ചോദിച്ചില്ല, സ്വയം ഇഷ്ടപ്രകാരം അനുസരണക്കേട് കാട്ടി പിശാചിനെ അനുസരിച്ചു. ഭൂമി ശപിക്കപ്പെട്ടതായി. വേദന, സഹനം, രോഗം, കണ്ണീർ, അധ്വാനം, കഷ്ടപ്പാട്, മരണം എല്ലാം അവരുടെ ഒപ്പം കൂടി. ദൈവിക സാന്നിധ്യവും ദൈവിക സ്വരൂപവും സാദൃശ്യവും നഷ്ടമായി ആത്മാവിനാൽ മരണപ്പെടുന്ന ഒരവസ്ഥ. പാപത്തിന് എന്ത് സംഭവിച്ചു എന്ന പേരിൽ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ കോൾ മെനിംഗർ രചിച്ച ഒരു പുസ്തകമുണ്ട്. ജനങ്ങളിൽ പാപബോധം വളരെയേറെ കുറഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് പാപാവസ്ഥയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് കുറച്ചുകൂടി അവബോധം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഈ ലോകം തന്നെ വ്യത്യസ്തമാകുമായിരുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. തീർച്ചയായും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്തയാണിത്. പാപാവസ്ഥയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധം നമ്മിൽ കുറച്ചുകൂടി ആഴപ്പെടുക, അതിന് നല്ലൊരു വേരോട്ടം ഉണ്ടാവുക എന്നുള്ളത്. മനോഹരമായ ദൈവിക പദ്ധതിയെ മനുഷ്യൻ നിരാകരിച്ചു, നിഷേധിച്ചു. അങ്ങനെ ദൈവസ്നേഹം അനുഭവം നഷ്ടമാക്കി സാത്താന്റെ അടിമയാക്കപ്പെടുന്നു. ദൈവത്തെ ഭയപ്പെടുന്നു, ദൈവത്തെക്കുറിച്ച് വികലമായ ധാരണകൾ രൂപപ്പെടുത്തുന്നു, കുറ്റങ്ങൾ ആരോപിക്കുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ന്യായീകരിക്കുന്നു. ഇതൊക്കെയാണ് മനുഷ്യന്റെ പാപാവസ്ഥയിൽ അവനുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തിലും ഇതുപോലെ ഒരു
പാപാവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയത് ഈ 2018 കാലയളവിലാണ്. എന്റെ ആങ്ങളയുടെ 2 മക്കൾ ഒരേ ദിവസം ഒരു ഹർത്താൽ ദിവസം കുളത്തിൽ വീണു മരിക്കുകയുണ്ടായി. വളരെ പെട്ടെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ തകിടം മറിഞ്ഞു. അത്രയും കാലം ദൈവത്തെ ആശ്രയിച്ചും വിശ്വസിച്ചും പ്രാർത്ഥിച്ചും വളരെ പ്രാർത്ഥനാപൂർവ്വം ആത്മീയതയിൽ ജീവിച്ചു വന്ന ഞങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥകൾ മാറി. വളരെയധികം വിഷമം, നിരാശ, സങ്കടം, കുറ്റപ്പെടുത്തലുകള്, എന്തിനിങ്ങനെ സംഭവിച്ചു, പരസ്പരം ആ കുട്ടികൾ രക്ഷപ്പെടാതിരുന്നതിനെ പറ്റിയുള്ള സംസാരം, ഇങ്ങനെ വേദനയിലും വിഷമത്തിലും ദൈവത്തെ ആശ്രയിക്കാതെ കുർബാന നഷ്ടപ്പെടുത്തിക്കൊണ്ട് കുമ്പസാരത്തിനൊന്നും ആർക്കും ഒരു താല്പര്യമില്ലാതെ ഒരു കാലയളവ്. ആ കാലയളവിലൂടെ കടന്നുപോയപ്പോൾ എന്തുമാത്രം പാപാവസ്ഥയിലായിരുന്നു എന്ന് എനിക്ക് വെളിവായി കിട്ടിയത് മിസ്സിയോടെ ഈ ഒരു ഓൺലൈൻ കോഴ്സിൽ കൂടാൻ ഭാഗ്യം ലഭിച്ചപ്പോഴാണ്. അങ്ങനെ ഈ ഓൺലൈൻ കോഴ്സിൽ കൂടുകയും ഫിസിക്കൽ കോഴ്സിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ അവിടെയുള്ള ഓരോ ആക്ടിവിറ്റികളിലും വളരെയധികം നമ്മുടെ ഹൃദയത്തിൽ 7 നിത്യസത്യങ്ങളെ പറ്റിയും പാപാവസ്ഥയെ കുറിച്ചൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ എന്തു വലിയ തെറ്റാണ് ചെയ്തത്. ഇത്രയും നാൾ പരിപാലിച്ച, നമ്മൾ 31 അധ്യായത്തിൽ കണ്ട പോലെ ഇത്രയും വലിയൊരു ദൈവസ്നേഹ അനുഭവം ലഭിച്ച, ഇത്രയും ധന്യതകൾ, അനുഗ്രഹങ്ങൾ നൽകിയ ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായിക്കൊണ്ട് നാം ഓരോരുത്തരും പാപാവസ്ഥയിൽ വീണ കാഴ്ചയാണ് അവിടെ ഞങ്ങൾക്ക് വന്ന് സംഭവിച്ചത്. കുർബാനയോടും ദൈവിക കാര്യങ്ങളോടും ദൈവിക മനുഷ്യരോടും എല്ലാം ഒറ്റപ്പെട്ട് വളരെ വികൃതമായ എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു പരിതസ്ഥിതിയിലേക്ക് കുടുംബം ഒന്നടങ്കം പോയി. പിന്നീട് ദൈവത്തിന്റെ ഒരു കൃപ അതുകൊണ്ട് മാത്രമാണ് വീണ്ടും ഒരു ആത്മീയ ജീവിതത്തിലേക്ക് ഈ ഫിസിക്കൽ കോഴ്സ് വഴിയും അതുപോലെ തന്നെ മറ്റു ധ്യാനങ്ങളിൽ പങ്കെടുത്തതൊക്കെ ഞങ്ങളുടെ വീട് ഒന്ന് പച്ച പിടിച്ച് ഒന്ന് വന്നതും തിരിച്ച് ഞങ്ങള് ഈശോയുടെ ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹാനുഭവത്തിൽ വളരാനായിട്ട് സാധിക്കുകയും ചെയ്തതിന് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സൃഷ്ടാവും രക്ഷകനും പരിപാലകനും സ്നേഹനിധിയും കരുണാമയനുമായ ദൈവത്തെയും ദൈവിക വെളിപാടുകളെയും ഞങ്ങൾ മറന്നു. ദൈവിക അനുഗ്രഹങ്ങളെ മറന്നു. ദൈവിക സംവിധാനങ്ങളെയോ ദൈവിക സമ്മാനങ്ങളെയും പ്രബോധനങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥ വായനയൊക്കെ മറന്നു. വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള ആ ഒരു അഭിനിവേശം ഉണ്ടായിരുന്നതൊക്കെ പറ്റ ചോർന്നുപോയി. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമായി വരുന്ന നുണയനും നുണയുടെ പിതാവും കൊലപാതകിയുമായ സാത്താനെയും അവന്റെ സമ്മാനങ്ങളെയും അവൻ തരുന്ന സൗഭാഗ്യങ്ങളെയും അവൻ ഒരുക്കി വെച്ചിരുന്ന സംവിധാനങ്ങളെയും സ്വീകരിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് ഞങ്ങൾ വന്നു. ഇത് തന്നെയല്ലേ പാപാവസ്ഥ? ദൈവകൃപ സ്വീകരണത്തിനും അഭിഷേക ജീവിതത്തിനും സ്വർഗോന്മുഖ ജീവിതത്തിനും വിഘാതമാകുന്ന കാര്യമാണ് പാപാവസ്ഥ. നന്മയായ ഒന്നിനെ പരിത്യജിക്കലാണത്. ദൈവത്തെ ഉപേക്ഷിക്കലാണ്. തന്മൂലം പാപാവസ്ഥ നമ്മുടെ ബന്ധങ്ങൾ തകർക്കുന്നു. ശിഥിലമായ ബന്ധങ്ങളിൽ കടമകൾ വിസമ്മതിക്കപ്പെടുന്നു. കോപം, മത്സരം, നിരാശ, സ്വാർത്ഥത, കുറ്റബോധം, അസൂയ, അസ്വസ്ഥത, അസമാധാനം, സംശയം, എന്തിനേറെ സൃഷ്ടാവിനോടും സൃഷ്ടിപ്രപഞ്ചത്തോടും വെറുപ്പ് നമ്മിൽ രൂപപ്പെടുന്നു. ദൈവസ്നേഹത്തിന്റെയും ദൈവ സംരക്ഷണത്തിന്റെയും പുതപ്പ് നഷ്ടമായ ഒരു അവസ്ഥയാണത്. അതുകൊണ്ടാണ് ആദ്യ മാതാപിതാക്കൾ തങ്ങൾ നഗ്നരാണെന്ന് നിർലജ്ജം വിളിച്ചു കൂവിയത്. ദൈവ സംരക്ഷണത്തിന്റെ പുതപ്പ് നഷ്ടപ്പെടുന്നു. അതാണ് പാപാവസ്ഥ. ദുരന്ത ഫലങ്ങളാൽ ഉത്ഭവ വിശുദ്ധിയുടെ കൃപാവരം ആദ്യ മാതാക്കൾ തൽക്ഷണം നഷ്ടപ്പെടുത്തിയത് നമ്മൾ കണ്ടു. ഉത്ഭവ പാപത്തിൽ നിന്നും ഉത്ഭവ വിശുദ്ധിയുടെ അനുഗ്രഹത്തിൽ നിന്നും അവർ പിന്നോക്കം പോയി. ദൈവിക ജീവനും സർവ്വ സൗഭാഗ്യങ്ങളും ഓർക്കുന്നില്ലേ? താൻ സൃഷ്ടിച്ചവയ്ക്ക് പേരിടാൻ പോലും മനുഷ്യനെ കൂട്ടുപിടിച്ച ദൈവം സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ ആധിപത്യവും അധികാരങ്ങളും എല്ലാവർക്കും നഷ്ടപ്പെടുകയാണ്. ഇതാണ് പാപാവസ്ഥയിലായിരിക്കുന്ന ഓരോ മനുഷ്യനും സംഭവിക്കുന്നത്. മനോഹരമായ ദൈവിക പദ്ധതിയെ നാം മറക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് വികലമായ ധാരണകൾ രൂപപ്പെടുത്തുന്നു. മനുഷ്യന്റെ പാപാവസ്ഥയിൽ നിന്നും അവനൊരു മോചനം ലഭിക്കാത്തതിന്റെ കാരണം CCC 1852 സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ തന്റെ ആത്യന്തിക ലക്ഷ്യം മറന്ന് ദൈവത്തെ പരിത്യജിച്ച് സ്വാർത്ഥ ലക്ഷ്യത്തിന് പ്രാമുഖ്യം നൽകുന്നു. സ്വന്തം ജീവിതത്തിന്റെ കിട്ടുന്ന സ്വാർത്ഥമായ അഭിലാഷങ്ങൾക്ക് വേണ്ടി, താല്പര്യങ്ങൾക്ക് വേണ്ടി ആത്യന്തിക ലക്ഷ്യം ദൈവത്തെ പരിത്യജിക്കുന്നു. ആത്യന്തിക ലക്ഷ്യം മറന്നു. നമുക്കറിയാം സംഖ്യ 32:23 പറഞ്ഞ എങ്ങനെയാണ്? നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. കണ്ണു നിറച്ചും നെഞ്ചു വിറച്ചും ആണ് ഉൽപ്പത്തി 2-3 അധ്യായങ്ങൾ പലയാവർത്തി വായിച്ചത്. വലിയൊരു കൽപ്പന തന്നു. ആദ്യമായ ഒരു കൽപ്പന തന്നു. ജീവന്റെ വൃക്ഷത്തിൽ നിന്നും, ആ ഏദൻ തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന്. മരണമാണ് സംഭവിക്കുന്നതെന്ന്. മരണം സംഭവിച്ച് ദൈവത്തിന്റെ മുമ്പിൽ വികൃതരായി നിൽക്കേണ്ടി വരുന്ന
വിഷമത്തോടെ നിരാശയോടെ നിൽക്കുന്ന ഒരവസ്ഥയാണ് പാപാവസ്ഥ. റോമ 6:16 പറയും ഇങ്ങനെയാണ്, നിങ്ങൾ അനുസരണമുള്ള ദാസനെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവന്റെ അടിമകളാണ് എന്ന് അറിയുന്നില്ല. ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. പ്രിയപ്പെട്ടവരെ, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. യെശയ്യാ 59:2 പറഞ്ഞ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ ആ കാലഘട്ടങ്ങളിൽ കടന്നുപോയത്. അകൃത്യങ്ങൾ ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നോ അതിന്റെ അടിമയാണ് അവൻ. ശരിക്കും നിരാശ ജീവിതത്തെ ഇതുപോലെ നമ്മെ തോൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുന്ന ഒരു സംഭവമാണ്. പാപാവസ്ഥയിലേക്ക് നമ്മെ ആഴ്ത്തുന്ന ഒരു സംഭവമാണ്. പാപം ചെയ്തതുകൊണ്ടല്ല കൃപ നഷ്ടപ്പെട്ടത്, കൃപ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് പാപം ചെയ്തത്. എനിക്ക് വളരെയധികം ആ കാലയളവിൽ സന്തോഷം തന്ന ഒരു ദൈവവചനമാണ് റോമ 3:10. നീതിമാനായ ആരുമില്ല, ഒരുവൻ പോലുമില്ല, കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുവനുമില്ല. ഇങ്ങനെയുള്ള അബദ്ധ ധാരണകൾ കൊണ്ട് മനുഷ്യൻ തന്നെ സമാധാനപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് പാപാവസ്ഥ. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ വേദന മരണമാണെന്ന് ആദ്യ മാതാപിതാക്കൾ നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് എന്ന് സങ്കീർത്തകൻ നിലവിളിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ആ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ദൈവശാസ്ത്രം ഉപരിപഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എത്രയോ നിസാരമായി ദൈവിക വെളിപാടുകളെയും പ്രബോധനങ്ങളെയും ദൈവിക അനുഗ്രഹങ്ങളെയും മറന്നുപോയ ഒരുവളാണ് ഞാൻ, എന്റെ കുടുംബവും. പക്ഷെ ഇന്ന് ഏറെ സന്തോഷത്തോടെ ആ ഒരു ആത്മീയതയിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്താൻ സാധിച്ചതിനോട്ട് ഞാൻ നന്ദി പറയുകയാണ്. ഇച്ഛിക്കുന്ന നന്മയല്ല നമ്മൾ പാപാവസ്ഥയിലായിരിക്കുമ്പോൾ ചെയ്യുന്നത്, ഇച്ഛിക്കാത്ത തിന്മയാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ചങ്ക് പൊട്ടി നിലവിളിച്ച് പറയുന്നത്, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും? പ്രിയപ്പെട്ട ഒരു ചൂണ്ടയിൽ കൊത്തിയ ഒരു മീനിന്റെ അവസ്ഥയാ പാപാവസ്ഥ. സ്വതന്ത്രമായ നദിയിലും അക്വേറിയത്തിലൊക്കെ വളരെ വെട്ടിച്ചും ഭംഗിയായും സഞ്ചരിച്ചിരുന്ന മീൻ ചൂണ്ടക്കുളത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മുകളിലോട്ടോ എല്ലാം എറിയപ്പെടുന്ന ഒരവസ്ഥ. ഞാൻ ഓർക്കുകയാണ്, ചത്തു ചീർത്തു വീർത്ത് നദിയിൽ ഒഴുകി പോകുന്ന ഒരു കരടിയുടെ പുറത്ത് ഒരു കഴുകൻ പറന്നു വന്നിരുന്നു. ശവം കൊത്തി തിന്നുകൊണ്ടേയിരുന്നു. കാലുകൾ തണുത്തു മരവിച്ച് കരടിയുടെ ജഡത്തിൽ ഇങ്ങനെ ആഴ്ന്നു പോകുന്നത് കഴുകൻ അറിഞ്ഞില്ല. ഇരുട്ട് കനത്തു വന്നതും കഴുകൻ അറിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ഉയർന്നു പൊങ്ങി പറക്കാനാകുന്നില്ല. ഈ പറക്കാനാകാത്ത കഴുകന്റെ അവസ്ഥയാണ് പാപാവസ്ഥ. പ്രിയപ്പെട്ടവരെ, വിലക്കപ്പെട്ട കനികൾ ജീവിതത്തിന്റെ വഴിത്താരകളിൽ മാടി വിളിക്കുമ്പോൾ നന്മ തിന്മകൾ സ്വയം തീരുമാനിച്ചു കൊള്ളാമെന്നുള്ള ഒരു സ്വാർത്ഥ ചിന്തയുടെയും അഹംബോധത്തിന്റെയും അസൂയയുടെയും അഹങ്കാരത്തിന്റെയും ആരവങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാകും. എന്നാൽ ദൈവം സമ്മാനിച്ച കൽപ്പനകളെയും ദൈവഹിതങ്ങളെയും ദൈവ ഇഷ്ടങ്ങളെയും എളിമയോടെ സ്വീകരിക്കുവാൻ, കരം നീട്ടി ഏറ്റുവാങ്ങുവാൻ നമ്മിൽ ഒരു ആത്മീയത രൂപപ്പെടുത്തുക. എന്റെ മേലുള്ള അവകാശങ്ങളെ നീ തന്നെ തീരുമാനിക്കണം. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ തന്ന നിന്റെ വിരൽ തുമ്പിൽ പിടിച്ച് എനിക്ക് നടക്കാനാകണം. ഒളിഞ്ഞും മറിഞ്ഞും ദൈവശബ്ദം കേൾക്കാതെയും ഇരിക്കാനുള്ള ഒരു കാര്യമായി, ഒരു നിസ്സാര കാര്യമായി, നിരർത്ഥകമായി എന്റെ ജീവിതം തീരരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിന്മ നമ്മൾ തീരുമാനിക്കുമ്പോൾ നന്മയാകില്ല. നന്മ നാം നിരൂപിക്കുന്നത് നന്മയാകണമെന്നുമില്ല. സർവ്വ അവകാശങ്ങളും സർവ്വ ആധിപത്യവും ദൈവത്തിൻ്റെതാണ്. എന്റെ മേലുള്ള സർവ്വ അവകാശങ്ങളും. എന്റെ നന്മ ഞാൻ തീരുമാനിച്ചോളാം, ഞാൻ അങ്ങനെ ചെയ്തോളാം, ഞാൻ ഇങ്ങനെ ചെയ്തോളാം എന്ന് പറയുന്ന ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യർ ഏതെല്ലാം പാപത്തിന്റെ പുറകെ പോകുന്നു. ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വിരൽ വിട്ടോടുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മെ പരിപാലിച്ച ദൈവിക മക്കളായി ഉയർത്തിയ ദൈവിക പദ്ധതികളെ നാം ആദരിക്കണം. അതിൽ നിന്ന് മറുതലിച്ച് ദൈവം കൈവിട്ടുപോയ ശൂന്യത നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തി വെക്കരുത്. താൻ സൃഷ്ടിച്ച, താൻ സ്നേഹിച്ച പരദീസായിൽ നിന്നും പുറത്താക്കപ്പെട്ട മനുഷ്യകുലത്തിന് ദൈവം ഒരു പ്രതീക്ഷ കൊടുക്കുന്നു. കാലങ്ങൾക്കും ചരിത്രങ്ങൾക്കും യുഗങ്ങൾക്കും അപ്പുറത്തേക്ക് നീളുന്ന ഒരു വലിയ വാഗ്ദാനം എന്തായിരുന്നു? കാലത്തിന്റെ സമ്പൂർണതയിൽ നമ്മെ രക്ഷിക്കാൻ ഒരുവൻ, മാനവരാശിയുടെ മോചനത്തിന് ഒരാൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പാപാവസ്ഥകളിൽ പൗലോസ്ലീഹായെ പോലെ ഒന്നുകൂടി നിലവിളിക്കാം. ഞാൻ ദുർഭകനായ മനുഷ്യൻ,
മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും? എന്നെ ആര് മോചിപ്പിക്കും? നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവത്തിന്റെ പിന്നാലെ നമുക്ക് ഒരിക്കൽ കൂടി പോകാം. നന്ദി. പാപാവസ്ഥ എങ്ങനെ നമ്മെയും ദൈവത്തെയും അകറ്റുമെന്നുവെന്നും നമ്മുടെ ജീവിതത്തെ പാപാവസ്ഥ എങ്ങനെ ബാധിക്കുന്നുവെന്നും അതിമനോഹരമായ വചനപ്രഘോഷണത്തിലൂടെ വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയും സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെയും നമുക്ക് വ്യക്തമാക്കി തന്ന കാർമലി ജോണിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തതായി ടെസ്റ്റിമണിക്കായി വത്സ ചാണ്ടിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് വത്സ. ഞാൻ ഡാളസിലാണ് താമസിക്കുന്നത്. പാപാവസ്ഥയിലായിരുന്ന ഞാൻ എങ്ങനെ ദൈവത്തെ രുചിച്ചറിഞ്ഞു എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1975 ഞാൻ അമേരിക്കയിൽ എത്തിയത്. ഒത്തിരി സ്വപ്നങ്ങളോടെയാണ് അമേരിക്കയിൽ എത്തിയത്. എന്നാൽ എല്ലാത്തിനും വിപരീതമായിട്ടുള്ള ഒരു ജീവിത അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. നല്ല ജോലിയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട്, നല്ല ഫ്രണ്ട്സ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല, പ്രാർത്ഥനാ കൂട്ടായ്മയില്ല, ദേവാലയത്തിൽ പോകാൻ പറ്റുന്നില്ല. ആകെ മൊത്തം ഒരു സ്പിരിച്വൽ ഡ്രൈനസിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു. 1977 ഷിക്കാഗോയിൽ വെച്ച് എൻ്റെ വിവാഹം നടന്നു. പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹിതരായതാണ്. എന്നാൽ അവിടെയും ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതെങ്കിലും അവിടെയും ഒത്തിരി ബിഗിനിങ്ങിൽ പരാജയമായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും ലോകത്തിനും ലോക വസ്തുക്കൾക്കും ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്നവരായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ജോപ്പൻ. ജോപ്പൻ ഒന്നാം സ്ഥാനം കൊടുത്തത് ചീട്ടുകളി. അതായത് ഫ്രൈഡേ ഈവനിങ്ങിൽ പോയാൽ നേരം വെളുക്കുമ്പം വരും, പകല് മുഴുവൻ കിടന്നുറങ്ങും, വീണ്ടും സാറ്റർഡേ ഈവനിങ്ങിൽ പോകും, തിരിച്ചു വരും, സൺഡേ മുഴുവൻ കിടന്നുറങ്ങും. ഞാൻ സിക്കായാലോ എൻ്റെ പിള്ളേര് സിക്കായാലോ ഇതൊന്നും പുള്ളിക്ക് അതൊരു പ്രോബ്ലം അല്ല, പുള്ളി പോയിരിക്കും. അപ്പം ഇങ്ങനെ അതിനെ ഞാൻ പ്രതികരിക്കുന്നത് മിണ്ടാതിരിക്കും. 2-3 ദിവസം മിണ്ടാതിരിക്കും. അവസാനം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഫ്രൈഡേ വരും, വീണ്ടും പുള്ളി പോകും. ഇങ്ങനെ കുറെ വർഷങ്ങൾ നീണ്ടുപോയി. എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-ഉം 27-ഉം ഇങ്ങനെ പറയുന്നു: കോപിച്ചു കൊള്ളുക, എന്നാൽ നിങ്ങൾ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടു നിൽക്കരുത്. സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത്. എന്നാൽ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തില് സാത്താന് ഈ മിണ്ടാതിരുന്നും, പിന്നെ പുള്ളി അല്പം മുൻകോപിയായിരുന്നു. അപ്പം ഞാൻ മിണ്ടാതിരിക്കുമ്പം പുള്ളി പെട്ടെന്ന് പുള്ളിയുടെ മുൻകോപം ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഞങ്ങള് സാത്താന് ഇടം കൊടുത്തുകൊണ്ടിരുന്നു. ഇങ്ങനെ സൃഷ്ടാവിനേക്കാൾ കൂടുതൽ സൃഷ്ടികൾക്കും സൃഷ്ടവസ്തുക്കൾക്കും ഒന്നാം സ്ഥാനം കൊടുത്തത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനർത്ഥങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അതായത് കുടുംബ സമാധാനം നഷ്ടപ്പെട്ടു, സാമ്പത്തിക ബുദ്ധിമുട്ട്, ജോലി നഷ്ടപ്പെടുന്നു, കൂടെ വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നു, വരവിനേക്കാൾ കൂടുതൽ ചെലവഴിക്കുന്നു, മോർഗേജ് കൊടുക്കാൻ പൈസ ഇല്ലാതെ കടന്നു വിഷമിക്കുന്നു. ഇങ്ങനെ ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കപ്പറമ്പിൽ അച്ഛനും ടീമും മയാമിയിൽ വന്ന് ധ്യാനിപ്പിക്കുന്നത്. അന്ന് ഞങ്ങൾ മയാമിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ധ്യാനത്തിന് പോയി. അത് ശരിക്കും പറഞ്ഞാല് ഒരു ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ആയിരുന്നു. 5 ദിവസത്തെ ധ്യാനമായിരുന്നു. 5 ദിവസം ദൈവത്തിന്റെ വചനം, അതായത് യോഹന്നാൻ 6:63 പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ആത്മാവും ജീവനുമാണ്. ആ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഓരോ പാപങ്ങളും ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെ എൻ്റെ മനസ്സിലേക്ക് വന്നു. കൂടാതെ അതിനകത്തുണ്ടായിരുന്ന ഒരു ബ്രദറ് ഞങ്ങൾക്കൊരു നല്ല ക്ലാസ് പാപത്തെക്കുറിച്ച് തന്നു, കുമ്പസാരിപ്പിക്കാൻ വിടുന്നതിന് മുമ്പ്. അപ്പോഴാണ് കർത്താവേ, ഞാൻ ഒരു പാപിയാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായത്.
ഐസയ പ്രവാചകന്റെ പുസ്തകം 1:18 പറയുന്നുണ്ട്, നിന്റെ പാപങ്ങൾ എത്ര രക്തവർണ്ണമാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി മാറ്റാം, നീ എന്നിലേക്ക് മടങ്ങി വരുവിൻ. എന്റെ പാപങ്ങള് രക്തവർണ്ണം പോലെ ആയിരുന്നു. ഞാന് വളരെ ഭയങ്കരമായിട്ട് നിലവിളിച്ച് പാപബോധം എനിക്ക് എന്റെ മനസ്സിലുണ്ടായി. ഞാന് നിലവിളിച്ചുകൊണ്ട് പോയി വൈദികന്റെ അടുത്ത് പോയി കുമ്പസാരിച്ചു. വലിയൊരു ഭാരം എന്നിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നി. 1 യോഹന്നാൻ 1:9 പറയുന്നുണ്ട്, നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവിടുന്ന് വിശ്വസ്തനും നീതിമാനും ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ തിന്മകളിൽ നിന്ന് നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. എന്റെ കർത്താവ് എന്റെ പാപം ശുദ്ധീകരിച്ചു എന്ന് എനിക്ക് മനസ്സിലായത് രണ്ടാമതൊരു പ്രാവശ്യം എനിക്ക് വീണ്ടും തോന്നി, എന്റെ കർത്താവ് ഇത് മുഴുവൻ എന്നോട് ക്ഷമിച്ചോ. ഞാൻ അത് കാരണം അടുത്ത വർഷം ഒരു ധ്യാനം വന്നപ്പം അന്നും ഞാൻ പോയി കുമ്പസാരിച്ചപ്പം ഞാൻ പല പാപങ്ങളും റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ആ വൈദികൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, നീ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യുവാണോ? അത് ചെയ്യണ്ട, ദൈവം നിന്നോട് ഓൾറെഡി ക്ഷമിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പം എനിക്ക് മനസ്സിലായി എന്റെ കർത്താവ് കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണെന്ന്. അതിനുശേഷം ഞങ്ങൾക്കൊരു നല്ല എനിക്കൊരു ആത്മീയ അനുഭവം, ആനന്ദം ഉണ്ടാകാൻ തുടങ്ങി. ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു പ്രെയർ ഗ്രൂപ്പ് തുടങ്ങി. ബഹുമാനപ്പെട്ട മാത്യുവച്ചൻ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയ ഈ അതായത് അഭിഷേകം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രെയർ ഗ്രൂപ്പ് ആ ദേശത്ത് സ്റ്റാർട്ട് ചെയ്തു, മയാമിയില്. എല്ലാ ഫ്രൈഡേയിലും ചീട്ട് കളിച്ചുകൊണ്ടിരുന്ന ജോപ്പൻ അതിൽ നിന്നും കംപ്ലീറ്റ് ദൈവാത്മാവ് അതിൽ നിന്നും ജോപ്പനെ രക്ഷിച്ചു. ഞങ്ങൾ എല്ലാ ഫ്രൈഡേയിലും പ്രെയർ ഗ്രൂപ്പ് തുടങ്ങി. അതിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധം, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, സമൂഹ ബന്ധം ഇതെല്ലാം ശക്തമായി. പിന്നെ വ്യക്തിപരമായിട്ട് എന്നിൽ ഒത്തിരി മാറ്റം ദൈവം അനുവദിച്ചു. ഞാനൊരു ആന്തരിക മുറിവുള്ള ഒരു സ്ത്രീയായിരുന്നു. എപ്പോഴും നിസാര കാര്യത്തിനും കരയുമായിരുന്നു. അതുപോലെ തന്നെ അപകർഷതാബോധം, ആരുടെയും മുൻപിൽ വെച്ച് സംസാരിക്കാൻ എനിക്കിഷ്ടമില്ലായിരുന്നു. സ്റ്റേജ് ഫിയർ ഉണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പുറകോട്ട് വലിയും. എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. അതുപോലെ ഞാന് മൂവി, സീരിയല് ഇങ്ങനെയുള്ളതെല്ലാം അതിനോടൊക്കെ അഡിക്റ്റഡ് ആയിരുന്നു. പക്ഷെ ദൈവാത്മാവ് എന്നിൽ നിന്ന് അത് കംപ്ലീറ്റ് എടുത്തു മാറ്റി. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരിലും ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി. രണ്ടുപേരും കൂടെ ഒരുമിച്ച് രാവിലെ എഴുന്നേറ്റ് സ്തുതിക്കാനും ദൈവത്തിന് നന്ദി പറയാനും തുടങ്ങി. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ബൈബിൾ സ്റ്റഡി തുടങ്ങി, പ്രെയർ ഗ്രൂപ്പ് ലീഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങൾ പാപാവസ്ഥയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ദൈവം ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിച്ചു. 3 പെൺമക്കളാണ് ദൈവം ഞങ്ങൾക്ക് നൽകിയത്. അവര് 3 പേർക്കും ദൈവാനുഭവം ഉണ്ടായി. അവര് 3 പേരും പല ധ്യാനങ്ങൾ കൂടി. അതിനുശേഷം യൂത്തിന് മയാമിയില് ഒരു പ്രെയർ ഗ്രൂപ്പ് ഞങ്ങളുടെ ആ ഫ്രൈഡേ തന്നെ യൂത്തിന് സെപ്പറേറ്റ് പ്രെയർ ഗ്രൂപ്പ് തുടങ്ങി. അങ്ങനെ ഒരു നല്ല ദൈവാനുഭവത്തിലേക്ക് അവരും വന്നു. അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് 3 പേരും വിവാഹിതരായി. ഇന്ന് 15 കൊച്ചുമക്കളുടെ വെല്ലുമ്മയാണ് ഞാൻ. ഐ ആം സോ ബ്ലസ്ഡ്. അപ്പസ്തോല പ്രവർത്തനം 16:31 ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുവിൻ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:37 പറയുന്നുണ്ട്, നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും. അങ്ങനെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. പ്രൈസ് ദ ലോർഡ്. ഇനി മിസിയോ ഗ്രൂപ്പിന്റെ കുറിച്ചും ഞാൻ അല്പം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 11ാമത്തെ മിസിയോ ഗ്രൂപ്പിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. എൻ്റെ ഒരു കൂട്ടുകാരത്തി എന്നോട് ഇത് പറഞ്ഞുവെങ്കിലും ഞാൻ വിചാരിച്ചു പല കാര്യങ്ങളിലും ഞാൻ ഇൻവോൾവ് ഇപ്പൊ തൽക്കാലം വേണ്ടെന്ന് വെച്ചു. പക്ഷെ വേറൊരാളും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതാണെന്ന്. ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്തു. എനിക്ക് ആഴമായിട്ട് ബൈബിള് പഠിക്കാനും അത് സബ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനുമുള്ള ഒരു വലിയ കൃപ പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് കിട്ടി. അതുപോലെ തന്നെ 7 നിത്യസത്യങ്ങളെ കുറിച്ച് അതിനകത്ത് എന്നെ സ്പർശിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവസ്നേഹം. അതായത് ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത് നമ്മളിലുള്ള പാപത്തിന്റെ ബ്ലോക്കാണെന്നും
അത് മറ്റുള്ളവരിലേക്ക് ഒഴുകാത്തതും നമ്മളിലുള്ള പാപത്തിന്റെ ബ്ലോക്ക് ആണെന്നും ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ പാപത്തിന്റെ വേര് നമ്മളിൽ ആഴമായി ഇറങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പാപാവസ്ഥയിൽ ജീവിക്കുന്നതെന്നും, പിന്നെ അതിലൂടെ ദൈവബന്ധം തകരുന്നു, കുടുംബ ബന്ധം തകരുന്നു, സമൂഹ ബന്ധം തകരുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ബിബ്ലിക്കലായിട്ട് മനസ്സിലാക്കി തന്നു. അപ്പൊ അത് ഞാൻ എൻ്റെ ആത്മീയ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുകയും അവരിൽ പലരും മിസ്സിയോ ഗ്രൂപ്പ് 12ാമത്തെ ബാച്ചില് മെമ്പേഴ്സായി. അവരിപ്പം ലീഡേഴ്സും മെന്റേഴ്സും ഒക്കെ ആയിട്ട് 13ാമത്തെ ബാച്ചിലുണ്ട്. അവർക്കും നല്ലൊരു ദൈവാനുഭവമായിരുന്നു. ഈ മിസ്സിയോ ഗ്രൂപ്പിന്റെ ഓൾ ഇൻ ഓളായ നമ്മുടെ ചിരിക്കുടുക്കയായ അലിസൂട്ടി ചേച്ചിയെയും എല്ലാ റിസോഴ്സ് മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ എല്ലാ സബ് ഗ്രൂപ്പ് ലീഡേഴ്സിനെയും കോർഡിനേറ്റേഴ്സിനെയും മെന്റേഴ്സിനെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. അവരുടെ എല്ലാം ഈ സമർപ്പിത ജീവിതമാണ് ഇന്ന് മിസ്സിയോ ഗ്രൂപ്പ് ഇത്രയും പടർന്ന് പന്തലിച്ചത്. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു വത്സ ചേച്ചി. സ്വന്തം ജീവിതാനുഭവത്തിലൂടെ പാപാവസ്ഥ എങ്ങനെയാണ് ദൈവവുമായുള്ള ബന്ധം തകർക്കുന്നതെന്നും സമൂഹവുമായും നമ്മോടുമായും തന്നെയുള്ള ബന്ധം എങ്ങനെ ഈ പാപാവസ്ഥ മാറ്റം വരുത്തുന്നുവെന്നും ചേച്ചി വളരെ വ്യക്തമായി ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. ഒപ്പം തന്നെ ദൈവത്തോടൊപ്പമുള്ള തന്റെ യാത്രയിൽ എങ്ങനെ മിസ്സിയോ കൂട്ടായ്മ തന്നെ സഹായിച്ചുവെന്നും ചേച്ചി വ്യക്തമാക്കി തന്നു. ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായി ജോയ് ആലപ്പാട്ട് പിതാവ് നമ്മോടൊപ്പമുണ്ട്. തന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും മിസ്സിയോ കൂട്ടായ്മയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന പിതാവ് നമുക്കായി സന്ദേശം നൽകുന്നതാണ്. ഹലോ, കേൾക്കാവോ? കേൾക്കാം പിതാവേ, സ്തുതിയായിരിക്കട്ടെ. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഇതിൽ വരുന്നത്. ഞാൻ 2 ആഴ്ച ഇവിടെ ഇല്ലായിരുന്നു. ഒരു യൂറോപ്പ് പിൽഗ്രിമേജിലായിരുന്നു. ഞങ്ങളുടെ ഇവിടെ അമേരിക്കൻ എല്ലാ രൂപതകളിലും യൂക്കറിസ്റ്റിക് റിവൈവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ യൂക്കറിസ്റ്റിക് റിവൈവലിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഞങ്ങളുടെ രൂപതയിൽ നിന്ന് ഒരു പിൽഗ്രിമേജ് യൂക്കറിസ്റ്റിക് മിറക്കിൾസ് നടന്നിട്ടുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഒരു യാത്ര പോയി. അതൊരു 90 പേരുണ്ടായിരുന്നു. നല്ല ഒരു അനുഭവമായിരുന്നു. കുറേ പുണ്യസ്ഥലങ്ങളൊക്കെ യൂറോപ്പിലുള്ള പറയപ്പെടുന്ന എല്ലാ പുണ്യസ്ഥലങ്ങളും കാണുവാനായിട്ട് അവസരം ലഭിച്ചു. അതുപോലെ യൂക്കറിസ്റ്റിക് മിറക്കിൾസ് നടന്നിട്ടുള്ള പല സ്ഥലങ്ങളിലും സന്ദർശനം നടത്തുവാനായിട്ട് സാധിച്ചു. അതിലൂടെ കുറച്ചും കൂടി ഒരു ആത്മീയമായ ഉണർവ് ഉണ്ടാക്കുവാനായിട്ട് അത്രയും പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു നല്ലൊരു അനുഭവമായിട്ട് എല്ലാവരും പറയുകയുണ്ടായി. അപ്പം അതിൽ പോയ കാരണം 2 ആഴ്ച ഞാൻ മുടങ്ങിപ്പോയി. പിന്നെയും ഈ കഴിഞ്ഞ ആഴ്ചയിൽ വേറെ പരിപാടിയായിരുന്നു. അടുത്ത പള്ളിയിൽ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കൺഫർമേഷൻ ആയിരുന്നു. അത് നമ്മുടെ ഈ ടൈം ഒരേ സമയത്താണ്. അത് കാരണമാണ് അത് പറ്റി. ഇന്നിപ്പോൾ ഒരു കുറച്ച് നേരം എനിക്ക് വീണ് കിട്ടി. അപ്പോൾ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഈ ഉയർപ്പ് തിരുനാളിന് ശേഷമുള്ള ഈ കാലഘട്ടം വളരെ നമുക്ക് ഒത്തിരി ആത്മീയമായ അനുഭവത്തിന് അവസരം നൽകുന്ന കാര്യങ്ങളാണ് ഉള്ളത്. ഈ അമേരിക്കയിലാണെങ്കിൽ ഇവിടെ സ്പ്രിംഗ് സീസൺ കഴിഞ്ഞ് സമ്മറിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കാലാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒരു ജീവൻ വയ്ക്കുന്ന ഒരവസരമാണ്. ഈ വിൻ്റർ എന്നത് കുറച്ചിങ്ങനെ എല്ലാം ഇല കൊഴിഞ്ഞ് വളരെ ഒരു ദുഃഖപ്രതീതിയിലായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഒരു സന്തോഷപ്രതീതിയിലേക്ക് ഇവിടെ കടന്നു വരികയാണ്. എല്ലായിടത്തും സ്കൂളൊക്കെ ഇനി അടയ്ക്കും. അത് കഴിയുമ്പോൾ എല്ലാം വെക്കേഷനൊക്കെ തുടങ്ങും. അപ്പോൾ എല്ലാം കൊണ്ടും കൂടുതൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. അതോടൊപ്പം തന്നെ ആത്മീയമായ ഒരു സജീവത്വം നമുക്ക് ഉണ്ടാകേണ്ടതായ ഒരു അവസരം കൂടിയാണിത്. ഇനി പെന്തക്കോസ്ത ദിവസം വരാൻ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ പെന്തക്കോസ്തായിലൂടെ നമുക്കൊരു പുതിയ അനുഭവം ഉണ്ടാകുവാനായിട്ട് ഈ കാലഘട്ടം നമുക്ക് അവസരമാകട്ടെ. അപ്പോൾ ഞാൻ ഈയിടെ ചിന്തിക്കാനിടയായ ഒരു വിഷയമാണ് നമ്മുടെ
ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണല്ലോ യാക്കോബ്. യാക്കോബ് വളരെ നമ്മുടെ വിശ്വാസവുമായി വളരെ ആഴപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് യാക്കോബിൻ്റേത്. നമ്മുടെ കുർബാനയിൽ തന്നെ നമ്മൾ പല പ്രാവശ്യം യാക്കോബിൻ്റെ പേര് നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. അബ്രാഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന് വിളിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസ പ്രകടനങ്ങളിൽ യാക്കോബിൻ്റെ വിശ്വാസം ഒരു വലിയ ശക്തിയാണ്, അല്ലെങ്കിൽ ഒരു വലിയ മാർഗദർശിയാണ്. അപ്പം അങ്ങനെ കർത്താവിൽ വളരെ അടിയുറച്ച് വിശ്വസിക്കുകയും കർത്താവിനാൽ ആനയിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു യാക്കോബിൻ്റേത്. അപ്പോൾ എല്ലാവിധത്തിലും ദൈവം കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് യാക്കോബ്. എന്നാൽ യാക്കോബിൻ്റെ സ്വന്തമായ തൻ്റെ പ്രകൃതി കൊണ്ടുള്ള ചില വികൃതികളും കുസൃതികളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും കർത്താവ് എപ്പോഴും താങ്ങി നിർത്തിയിരുന്ന ഒരു മനുഷ്യനാണ്. എല്ലാ കാര്യങ്ങളിലും കൈകളിൽ കൊണ്ടുനടന്നിരുന്ന മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹം അവസാനം പറയുന്ന ഒരു വാചകമുണ്ട്. അത് പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു വാചകമാണ്, നമ്മളൊക്കെ പറയാറുള്ളതാണ്. എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറയുന്ന ഒരു വാചകമുണ്ട് 40-ാം അധ്യായത്തിൽ. യാക്കോബ് പറയാണ്, എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രതികൂലം തന്നെ. കാരണം അദ്ദേഹം അവസാന കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് ദുഃഖങ്ങൾ പേറേണ്ടി വന്നു. താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന തൻ്റെ മകൻ ജോസഫിനെ അവര് എവിടെയോ കൊണ്ടുപോയി നശിപ്പിച്ചു, വിട്ടു, ഏതോ കാട്ടുജന്തു പിടിച്ചു തിന്നു എന്നാണ് അവര് യാക്കോബിനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ജോസഫ് ഈജിപ്തിൽ സ്വസ്ഥമായിട്ട് വളരെ മനോഹരമായിട്ട് അവിടുത്തെ ഒരു ഗവർണറായിട്ട് ഇരിക്കുന്നു എന്നുള്ള വസ്തുത അറിയാത്ത യാക്കോബ് തൻ്റെ മകൻ മരിച്ചുപോയതിൽ, അല്ലെ തൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള ധാരണയിൽ വളരെയധികം ദുഃഖിക്കുകയാണ്. അതുപോലെ തന്നെ ജോസഫിനെ വിട്ടുകിട്ടാനായിട്ട് അവർ ശെമയോൻ എന്ന തൻ്റെ മറ്റൊരു മകനെ അവിടെ പിടിച്ചു നിർത്തി. അങ്ങനെ പല വിധത്തിലും തൻ്റെ മക്കളെ കുറിച്ചുള്ള ദുഃഖങ്ങൾ പേറിക്കൊണ്ട് നടക്കുന്ന ഒരു യാക്കോബ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കടന്നുപോയ കാലഘട്ടങ്ങളിൽ ഒരുപാട് ദുഃഖകരമായ അവസരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. എൻ്റെ പിതാവിൻ്റെ മരണം, അമ്മയുടെ മരണം, ഭാര്യയുടെ മരണം, ഇതൊക്കെ അദ്ദേഹം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അങ്ങനെ എല്ലാ വിധത്തിലും വളരെ ദുഃഖകരമായ ഒരു അവസരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന യാക്കോബ് പറയുകയാണ്, എല്ലാം എനിക്ക് പ്രതികൂലം തന്നെ എന്നാണ് അദ്ദേഹം പറയാനിടയായത്. എന്നാൽ നമുക്ക് അറിയാം, അദ്ദേഹത്തെ ദൈവം എന്തുമാത്രം താലോലിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ട് വന്ന ഒരു വ്യക്തിത്വമാണ്. എന്നാൽ ചില അവസരങ്ങളിലെങ്കിലും നമ്മളും ഇതുപോലുള്ള ഒരു അവസ്ഥകളിലൂടെ അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാകാം. പക്ഷെ അതിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു വസ്തുത, ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടി എപ്പോഴും ഉണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള ഒരു ശ്രമമായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. നമ്മളുടെ പോരായ്മകളിലോ കുറവുകളിലോ ദുഃഖങ്ങളിലോ നമ്മൾ അതിൽ തന്നെ പെട്ട് കിടക്കാതെ അത് എല്ലാം നമ്മളെ നന്മയിലേക്ക് ആനയിക്കാൻ കഴിയുന്ന ദൈവം നമ്മോട് കൂടി ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് വളരാനായിട്ട് കഴിയണം. ഇതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പറയുന്നത്, ആര് എനിക്ക് എതിര് നിൽക്കും? പട്ടിണിയോ നഗ്നതയോ വാളോ ആപത്തോ ഇതൊന്നും എന്നെ ബാധിക്കുകയില്ല. ഐ ആം എബവ് ഓൾ ദീസ് തിങ്സ്. അതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അടയാളമായിരിക്കേണ്ടത്. ഇതിനെല്ലാം അതീതമായിട്ട് നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മോട് കൂടിയുണ്ട്. ആ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപ്പെടുത്താനായിട്ട് കഴിയും? ഒന്നിനും എന്നെ വേർപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ രണ്ട് ധ്രുവങ്ങളിലുള്ള വ്യക്തിത്വങ്ങളെ തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിയിട്ട് വേണം നമുക്ക് കഴിയാനായിട്ട്. ഒരുപാട് ദൈവാനുഗ്രഹങ്ങളുണ്ടായിട്ട് അത് മനസ്സിലാക്കുന്നതിലും അത് പ്രകടിപ്പിക്കുന്നതിലും വീഴ്ച വരുന്ന യാക്കോബ്. എന്നാൽ പൗലോസ് പറയുകയാണ്, ആർക്കും എന്നെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല, എനിക്ക് ഇതിനെല്ലാം അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ആ വിശ്വാസ സ്ഥിരത, വിശ്വാസത്തിലുള്ള വലിയ ഒരു ആഴമേറിയ ജീവിതം, അതാണ് ഒരു ക്രൈസ്തവന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. നമ്മളുടെ ഈ അനർത്ഥങ്ങളിലെല്ലാം തന്നെ ദൈവം നമ്മെ പരിപാലിക്കുന്നുണ്ട്. ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ള ബോധ്യം നമ്മൾ കൂടുതലായിട്ട് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതിനാണ് ഒരു മതവിശ്വാസിയായിട്ട് തുടരുന്നത്.
അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ താരതമ്യം, ഒരു മതവിശ്വാസം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച്, ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആളുകൾ നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. വിശ്വാസിയാന്ന് പറയുകയും നമ്മൾ നിരാശയിലും ഡിസപ്പോയിൻമെന്റ്സിലൊക്കെ കഴിയുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസിയായിരിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് നിരീശ്വരവാദിയായിട്ട് തന്നെ തുടർന്ന് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു ഈശ്വരവിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകേണ്ടതായ പ്രത്യേകത ഇതിനെല്ലാം അതീതമായിട്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വിശ്വാസ തീക്ഷ്ണതയിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ എല്ലാ പോരായ്മകൾക്കും അതീതമായിട്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഒന്നും നമുക്ക് പ്രതികൂലമല്ല എന്ന് മനസ്സിലാക്കുക. എല്ലാത്തിനും അതിൻ്റെതായ പരിഹാരം ദൈവം കണ്ടെത്തുന്നുണ്ട്. ദൈവം നമുക്കതിനു വേണ്ടി പരിചരിക്കുന്നു, നമ്മെ സഹായിക്കുന്നുണ്ട്, നമ്മെ താങ്ങുന്നുണ്ട്. ഈ ബോധ്യങ്ങളിൽ വളരാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആ ആത്മാവിൻ്റെ ശക്തി നമ്മെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവേ ഈശോയെ, ഈ ദിവസം അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ നാമത്തിൽ ഒരുമിച്ച് വന്നുകൊണ്ട് ഈ സൂമിലൂടെ ഞങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടുവാനും ബന്ധപ്പെടുവാനും ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ഞങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അവസരം ലഭിച്ചതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ, അവിടെ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണമേ. ഞങ്ങൾക്ക് മുൻപേ ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിയുന്ന നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ തളർച്ചകളിൽ, ഞങ്ങളുടെ ബലഹീനതകളിൽ, ഞങ്ങളുടെ സംശയങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങനെ കൂടുതൽ ആഴമേറിയ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെല്ലാവരെയും ശക്തരാക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, മാറിയോസേ പിതാവേ, വാഴ്ത്തപ്പെട്ടവരെ, വിശുദ്ധാത്മാക്കളെ, മാലാഖമാരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓക്കെ കേട്ടോ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? സുഖമായിരിക്കുന്നു പിതാവേ, സന്തോഷത്തോടെ ഇരിക്കുന്നു. നിങ്ങളുടെ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. നിങ്ങള് വളരെ നല്ല പങ്കുവയ്ക്കലൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ ചില ആളുകളെ വല്ലയിടത്തൊക്കെ വെച്ച് കണ്ടുമുട്ടാറുണ്ട്. ഇതിൽ കാണുന്ന ചില ആളുകളൊക്കെ വല്ലപ്പോഴൊക്കെ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ അവർ പറയാറുണ്ട്, ഓ ഞങ്ങൾ പിതാവിനെ ഇവിടെ ഓൺലൈനിൽ കണ്ടു, ഞങ്ങൾ കെരിഗ്മയിൽ കണ്ടു എന്നൊക്കെ പറയാറുണ്ട്. പിതാവിന്റെ രൂപതക്കാരുടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് ഇതിനകത്ത്. ഇപ്പൊ തന്നെ 5-6 പേരെ ഇപ്പൊ തന്നെ കാണാം സ്ക്രീനിൽ. ഞാൻ കാണുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ പിതാവ് കണ്ട റോബിനോടുണ്ട്, ജെസ്സി ചേച്ചിയുണ്ട്, തോമസ് ചേട്ടനുണ്ട്, ജോഫി, ഇങ്ങനെ എല്ലാരും കുറെ പേര് അവിടുന്നുള്ളവരെല്ലാം ഉണ്ട് ഇവിടെ. നല്ല കാര്യം. അവര് വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നു കാണുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാരും വളരെ മുഖപ്രസാദമുള്ളവരായിട്ട് ഇരിക്കുന്നത്. പിതാവ് ഇങ്ങനെ തിരക്കിനിടയിൽ ഓടി വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. കേട്ടോ, ഇന്നിങ്ങനെ ഒരു ഭാഗ്യം വീണ് കിട്ടിയതാ. ഈ ശനിയാഴ്ച ദിവസങ്ങള് ഞങ്ങൾക്ക് അത്ര ഗുണകരമായ ദിവസമല്ല. എല്ലാ ദിവസവും എന്തെങ്കിലും പരിപാടികളാണ്. ഞാൻ ഇനിയിപ്പോ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാ എന്റെ പരിപാടി. ഇവിടെ രാവിലെ അല്ലേ. ഇവിടെ ഈ ഇരിക്കുന്നവരെല്ലാം അമേരിക്കയിൽ നിന്നുള്ളവരാണോ? ഈ ഇരിക്കുന്നവരെല്ലാം ഇതിനകത്ത് പലരും ഉണ്ട്. ഉണ്ട് അല്ലേ? ഓക്കെ. ഞാൻ ഇടയ്ക്കൊക്കെ വല്ലയിടത്തൊക്കെ വെച്ച് കാണുമ്പോ പറയാറുണ്ട് പലരും. ആലീസ് ചേച്ചി എന്ത് പറയണോ? ആലീസ് ചേച്ചി സുഖമായിരിക്കുന്നു. ഭവനിൽ. ഓ വെരി ഗുഡ്. മാതൃകത്തിനൊക്കെ എങ്ങനെ? അഗസ്റ്റിനുണ്ട്. ഓ വെരി ഗുഡ്. അച്ഛാ നമസ്കാരം. നമസ്കാരം പിതാവേ, സുഖമായിട്ടിരിക്കുന്നല്ലേ? യൂക്കരിസ്റ്റിക്ക് പിന്നെ പിൽഗ്രിമേജ് പോയിരിക്കുകയായിരുന്നു. അതെ, പറഞ്ഞോ, കേട്ടായിരുന്നു. നല്ല ഒരു അനുഭവമായിരുന്നു. ഒരു 12 ദിവസം ഉണ്ടായിരുന്നു.
ഓക്കെ ഓക്കെ. പിതാവിന് തിരക്കില്ലെങ്കിൽ നമ്മുടെ സ്ലൈഡ് പ്രസന്റേഷൻ ഒക്കെ ഒന്ന് നിങ്ങൾ യു കണ്ടിന്യൂ. എനിക്ക് പോണം. ഓക്കെ പിതാവേ. ഓക്കെ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും വണക്കം. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം പിതാവേ. താങ്ക് യു കേട്ടോ. ഒരു നല്ല ഇടയന്റെ സ്നേഹത്തോടെ നമുക്ക് സ്നേഹാശീർവാദം നൽകുകയും നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നാം ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന് നമ്മെ ആഹ്വാനം ചെയ്യുകയും ചെയ്ത പിതാവിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തതായി സ്ലൈഡ് പ്രസന്റേഷനായി സീന ക്ലീറ്റസിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. സ്നേഹമുള്ള മിസ്സിയോ കുടുംബാംഗങ്ങളെ, ദൈവം നമ്മെ വ്യക്തിപരമായി യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്നും ഈ സ്നേഹം നാം ഓരോരുത്തരും അനുഭവിച്ചറിയണമെന്നും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കി. എന്നാൽ ദൈവത്തിന്റെ ഈ അതുല്യമായ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റാത്തതിന്റെ കാരണം നമ്മുടെയും ലോകം മുഴുവന്റെയുമുള്ള പാപാവസ്ഥകളാണെന്ന് കാർമലി ചേച്ചിയുടെ വചനപ്രസംഗത്തിലൂടെയും വത്സ ചേച്ചിയുടെ വചന സാക്ഷ്യത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കി. ഈ ചിത്രത്തിൽ നമ്മൾ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. സ്വയം രക്ഷപ്പെടാനാകാതെ പാപഭാരത്താൽ തല കുമ്പിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. പലപ്പോഴൊക്കെ നമ്മുടെ അവസ്ഥകളും ഇങ്ങനെ തന്നെയാണ്, പാപഭാരത്താൽ തല കുമ്പിട്ടിരിക്കുന്ന ഒരവസ്ഥ. ഇവിടെ ഒരു വചനം നമുക്ക് കാണാം, പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. അതെ, പാപം ചെയ്യുമ്പോൾ നമ്മളിലുള്ള ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തുകയാണ്. അതായത് സ്വന്തം ജീവന്റെ ശത്രുവായിട്ട് നമ്മൾ മാറുകയാണ്. ഇവിടെ നമ്മൾ പാപാവസ്ഥയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹം അനുഭവിച്ചറിയാനും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കുവാനും തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ പാപാവസ്ഥയാണ്. അതെ, ഈ ദൈവത്തിന്റെ സ്നേഹം അതിന്റെ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കാൻ നമ്മിൽ തടസ്സമായി നിൽക്കുന്നത്, അതിന് പറ്റാത്തതിന്റെ കാരണം നമ്മുടെ പാപാവസ്ഥകളാണ്. എന്നാൽ ദൈവപിതാവ് മനോഹരമായ ഒരു ദൈവിക പദ്ധതി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ദൈവരാജ്യത്തിന്റെ സ്നേഹാനുഭവം ഈ ലോകത്ത് കൊണ്ടുവരാനുള്ള ദൈവിക പദ്ധതിയിൽ ദൈവം മനുഷ്യനെ ഉൾച്ചേർത്തു. അതായത് ദൈവത്തിന്റെ കൂടെ ആയിരുന്നുകൊണ്ട്, ദൈവത്തിന്റെ കൂടെ ജീവിച്ചുകൊണ്ട് പറുദീസ് അനുഭവത്തിൽ മനുഷ്യനായിരിക്കണമെന്ന ദൈവത്തിന്റെ മനോഹരമായ പദ്ധതിയിൽ ദൈവം മനുഷ്യനെ ഉൾച്ചേർത്തു. അതിനായിട്ടാണ് അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അവനെ പറുദീസായിലാക്കിയത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളത്. എന്നാൽ മനുഷ്യൻ ദൈവത്തിന്റെ മനോഹരമായ പദ്ധതിയെ മുഴുവനുമായിട്ടും നിരാകരിച്ചു, നിഷേധിച്ചു, തകിടം മറിച്ചു. അങ്ങനെ ഈ ദൈവസ്നേഹാനുഭവം നഷ്ടമാക്കി. ഇതാണ് മനുഷ്യന്റെ പാപാവസ്ഥ. നമ്മളിലുള്ള ദൈവസ്നേഹാനുഭവം നഷ്ടമാക്കുന്ന അവസ്ഥയാണ് മനുഷ്യന്റെ പാപാവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ ശത്രു സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുന്നു. പിശാച് ആദത്തിന്റെയും ഹവ്വയുടെ അടുത്ത് വന്നുകൊണ്ട് നിങ്ങൾ ഈ ഫലം ഭക്ഷിക്കുകയാണെങ്കിൽ ദൈവത്തെ പോലെ ആകുമെന്ന് അവരോട് പറയുന്നു. പലപ്പോഴും നമ്മളിലും ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ നിറവുകളെയെല്ലാം, നമുക്കുള്ള നിറവുകളെയെല്ലാം മാറ്റിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ കുറവുകളിലേക്ക് നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിശാച് ഒരു തന്ത്രം ഒരുക്കുന്നു. അങ്ങനെ നമ്മളെ പാപം ചെയ്യിപ്പിച്ച് പാപാവസ്ഥയിലാക്കുന്നു. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ശത്രു സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുന്നു. നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പിശാച് ആ തന്ത്രം ഉപയോഗിച്ച് അവരെ പാപം ചെയ്യിപ്പിക്കുന്നത്. ഇതുപോലത്തെ ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളിൽ സാത്താന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് അവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചത് വഴി മനുഷ്യൻ എന്നേക്കുമായി സാത്താന്റെ അടിമയാക്കപ്പെട്ടു. കാർമലി ചേച്ചി അത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. സാത്താന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ടു, അവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചത് വഴി മനുഷ്യൻ എന്നേക്കുമായി സാത്താന്റെ അടിമയാക്കപ്പെട്ടു. എല്ലാം അവനുണ്ടായിരുന്നു, എല്ലാ സൗഭാഗ്യങ്ങളും അവനുണ്ടായിരുന്നു. എന്നാൽ എല്ലാം പാപം ചെയ്തു വഴിയായിട്ട് എല്ലാം അവന് നഷ്ടമായി. ദൈവിക ജീവനും അധികാരങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും മനുഷ്യന് നഷ്ടമായി. അങ്ങനെ നഷ്ടമായ ഒരു അവസ്ഥയിലാണ് അവൻ പിന്നീട് നിബന്ധിച്ചത്. ഇതാണ് ഈ പാപം ചെയ്യുമ്പോഴത്തെ അവസ്ഥ.
ഇവിടെ നോക്കിയേ, ഇവിടെ ദൈവപിതാവ് ആദത്തിനെ അന്വേഷിച്ചിറങ്ങുന്നു. അതുവരെ കൂടെ ആയിരുന്നുകൊണ്ട് ദൈവത്തിന്റെ കൂടെ ഉലാത്തിക്കൊണ്ട് നടന്നിരുന്ന ആദവും ഹവ്വയും പിന്നീട് ഒളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദൈവപിതാവ് അവരെ അന്വേഷിച്ചിറങ്ങുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, അവിടുന്ന് ആദത്തെ വിളിച്ച്, ആദം നീ എവിടെ എന്ന് ചോദിക്കുന്നു. അവര് പാപം ചെയ്തപ്പോൾ തങ്ങൾ നഗ്നരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ഒളിച്ചിരിക്കുകയാണ്. ദൈവപിതാവ് അവരുടെ അടുക്കൽ വന്നുകൊണ്ട് ആദം നീ എവിടെ എന്ന് ചോദിക്കുന്നു. പലപ്പോഴും നമ്മോടൊക്കെ ഇങ്ങനെ തന്നെയാണ് ദൈവപിതാവ് ചോദിക്കുന്നത്. ഇവിടെ നോക്കിയേ, സംശയം വളർന്ന് പ്രവൃത്തിയിലേക്ക്, അധികാരവും സ്വാതന്ത്ര്യവും പാപത്തിന്റെ വഴികളിലേക്ക് തിരിച്ചുവിട്ടു. ദൈവപിതാവ് സർവ്വ അധികാരവും സ്വാതന്ത്ര്യവും മനുഷ്യന് നൽകിയതാണ്. എന്നാൽ സംശയം വളർന്ന് പ്രവൃത്തിയിലായതുകൊണ്ട് സർവ്വ അധികാരവും സ്വാതന്ത്ര്യവും പാപത്തിന്റെ വഴികളിലേക്ക് തിരിച്ചുവിട്ടു. വാക്ക് അനുസരിച്ചു, സമർപ്പിച്ചു. സാത്താന് സർവ്വതും സമർപ്പിച്ചു. നമ്മൾ മനുഷ്യർ ബന്ധനാവസ്ഥയിലായിട്ട് മാറി. ഇതാണ് യെശയ്യാ പ്രവാചകൻ 58 അധ്യായം 2-ാം തിരുവചനം. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും നിരവധിയായ പാപങ്ങളാണ് നമ്മെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ തന്നെയാണ് അവിടുത്തെ മുഖം നമ്മിൽ നിന്ന് മറച്ചിരിക്കുന്നത്. ഇവിടെ ദൈവപിതാവ് ആദി മാതാപിതാക്കൾക്ക് ദൗത്യമേൽപ്പിക്കുന്നുണ്ട്, വളർത്തുക. അതായത് സർവ്വതും മനുഷ്യർക്ക് അവിടുന്ന് നൽകി, സർവ്വ ജീവജാലങ്ങളെയും നൽകി അവരെ നോക്കി സംരക്ഷിച്ച് വളർത്തുക എന്നൊരു ദൗത്യം ഏൽപ്പിച്ചു. വീണ്ടും ഇത് അനുസരിക്കുക. നടുവിലുള്ള വൃക്ഷത്തിന്റെ മാത്രം ഫലം ഭക്ഷിക്കരുത്. അങ്ങനെ നിങ്ങൾ ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്നുള്ളത്. അതായത് 2 ദൗത്യങ്ങളാണ്, വളർത്തുക, അനുസരിക്കുക എന്നുള്ളത്. ഇവിടെ 2 പേരുടെ വാക്കുകൾ കേൾക്കുന്നു. ദൈവത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുക, അനുസരിക്കുക. പ്രതിഫലമോ ജീവനാണ്. എന്നാൽ പിശാചിന്റെ വാക്ക് കേട്ടപ്പോൾ സർവ ആധിപത്യങ്ങളും നഷ്ടമായി തിന്മയുടെ അടിമത്തത്തിലായി. ഫലമോ മരണം. നമുക്കറിയാം, ഇവിടെ ശാരീരിക മരണമല്ല, ദൈവിക ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ. പൂർണ്ണമായ അടിമത്തത്തിലേക്ക് മനുഷ്യൻ കടക്കുന്നു. ഇതാണ് പത്രോസ്ലീഹ 2-ാം അധ്യായം 19-ാം തിരുവചനം. ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നവോ അതിന്റെ അടിമയാണവൻ. ഏതിനാലാണോ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നത് അതിന്റെ അടിമയാണവൻ. ദൈവിക വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ടില്ല, എന്നാൽ പിശാചിന്റെ വാക്കിനാലാണ് മനുഷ്യൻ തോൽപ്പിക്കപ്പെട്ടത്. ഏതിനാലാണ് ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നത്? അതിന്റെ അടിമയായിട്ട് അവൻ മാറുകയാണ്. വീണ്ടും റോമർ 6:16 വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുകയാണ്. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഞങ്ങൾ ഈയിടെ അടുത്തിടെ ഒരു ടൂറ് പോയി. അവിടെ ബസ്സില് മദ്യപിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു. അവര് പലതവണ എൻ്റെ ഭർത്താവിന്റെ അടുത്ത് പല പ്രേരണകളും നൽകിക്കൊണ്ട് ഒരു ഗ്ലാസ് മദ്യം കുടിക്കുവാനായിട്ട് അവര് പ്രേരിപ്പിച്ചു. എന്നാൽ അത് കുടിച്ചിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. ദൈവകൃപയാൽ ഈ ഒരു ദുഷ്പ്രേരണയ്ക്ക് ഇടം കൊടുക്കാതെ അവിടെ ദൈവാശ്രയ ബോധത്തിൽ നിൽക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അടിമത്തത്തിലേക്ക് പോകാതെ നിൽക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇതാണ് റോമർ ലേഖനം പറയുന്നത്. ഇവിടെ ഓരോരുത്തർ മാത്രമല്ല, ആദിമാതാപിതാക്കൾ മാത്രമല്ല, ലോകം മുഴുവനും അടിമത്തത്തിലാകപ്പെട്ടു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. റോമർ ലേഖനം 3-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. നീതിമാന്മാർ ആരുമില്ല, ഒരുവൻ പോലുമില്ല. കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴി തെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുവനുമില്ല. പൂർണ്ണമായ ലോകം മുഴുവൻ അടിമത്തത്തിലാകുകയാണ് ചെയ്തത്. ഇതാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ ഇതാ ലോകത്തിന്റെ സ്വാധീനം, പിശാചിന്റെ കുരുക്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ അകപ്പെട്ടു നിൽക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാം തിരുവചനം. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും
ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് നാം അറിയുന്നു. മാമോദീസ സ്വീകരിച്ചവരെല്ലാവരും ദൈവത്തിൽ നിന്നുള്ളവരാ. പക്ഷേ നമ്മുടെ ഈ ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് പലപ്പോഴും ദേഷ്യപ്പെടണ്ട എന്ന് ദേഷ്യപ്പെടണ്ട എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷെ പല അവസരങ്ങളിൽ നമ്മൾ ദേഷ്യപ്പെട്ടു പോകുന്നു. വീണ്ടും ഇതാ അടിമത്തം, മരണം, പാപത്തിന്റെ പരിണിത ഫലം മരണമാണ്. അതുകൊണ്ടാണ് റോമർ 6:22 പറയുന്നത് പാപത്തിന്റെ വേദനം മരണമാണ് എന്നുള്ളത്. പാപത്തിന്റെ വേദന പ്രിയപ്പെട്ടവരെ മരണം തന്നെയാണെന്ന് വചനം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു. വീണ്ടും ഇതാ നമ്മൾ പാപാവസ്ഥയിലാകുമ്പോൾ ബന്ധങ്ങൾ തകരുന്നു. ഇവിടെ ആദത്തിന്റെ മുമ്പിൽ ഹവയെ കൊണ്ട് നിർത്തിയപ്പോൾ, ദൈവപിതാവ് നിർത്തിയപ്പോൾ ആദം പറഞ്ഞ ഒരു വാചകമുണ്ട്, എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. എന്നാൽ പാപം ചെയ്ത് പാപാവസ്ഥയിലായപ്പോൾ പിന്നീട് ആ വാക്ക് മാറിക്കൊണ്ട് ഇങ്ങനെ പറയുന്നു, അങ്ങ് എനിക്ക് കൂട്ടിന് നൽകിയ സ്ത്രീ. ആദത്തിന് ഹവയെ അറിയുന്ന പോലുമില്ല, അങ്ങ് എനിക്ക് കൂട്ടിന് നൽകിയ സ്ത്രീ. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപാവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മളുടെ ബന്ധങ്ങൾ തകരുന്നു. പരസ്പരം അറിയപ്പെടാനാവാത്ത ബന്ധങ്ങൾ തകർന്നു പോകുന്നു. നോക്കിയേ, ഇവിടെ ദൈവബന്ധം, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു, സ്നേഹം നഷ്ടപ്പെടുന്നു. ദൈവത്തോടുള്ള ബന്ധവും ദൈവസ്നേഹവും നഷ്ടപ്പെടുമ്പോൾ നമ്മളിൽ എന്തുണ്ടാകുന്നു? ഭയം വളരുന്നു, വെറുപ്പ്, വിദ്വേഷം, പിരിമുറുക്കം, എല്ലാ ഫീലിങ്സും നമുക്ക് വരുന്നു. തന്നോട് തന്നെയുള്ള ബന്ധം ഉൾവലിയുന്നു. എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു ഉൾവലിയുന്ന സ്വഭാവം, നാണം, ലജ്ജ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ പരസ്പര ബന്ധം, മറ്റു മനുഷ്യരുമായിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുക, പഴി പറയുക, വിധിക്കുക, സ്വയം ന്യായീകരിക്കുക. പാപാവസ്ഥയിലായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ബന്ധങ്ങൾ മുഴുവനുമായിട്ടും തകരുന്നു. ഏറ്റവും ഒടുവിലായത് സൃഷ്ടപ്രപഞ്ചവുമായി അവൾ ശത്രുതയിലാകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുഞ്ഞു കാലഘട്ടത്തില് ക്രിസ്ത്യൻ ജീസസ് യൂത്ത് സംഘടനകളിൽ എന്റെ അമ്മച്ചി മുടങ്ങാതെ ഞങ്ങളുടെ വിടുമായിരുന്നു. ദൈവത്തോടുള്ള സ്നേഹത്തിലും വിശുദ്ധ കുർബാനയ എന്നും മുടങ്ങാതെ പോകണമെന്ന് എന്റെ അമ്മച്ചിക്ക് നിർബന്ധമായിരുന്നു. ഞങ്ങള് എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ വിവാഹപ്രായം എത്തിയപ്പോൾ നല്ലൊരു വിവാഹ ജീവിതം സ്വപ്നം കണ്ടു. വിവാഹം കഴിക്കുന്ന കുടുംബത്തെയും മാതാപിതാക്കളെയും ആ വ്യക്തിയെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വിവാഹം കഴിഞ്ഞു. വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, ഞാൻ കണ്ട വിവാഹ ജീവിത കാര്യങ്ങളെല്ലാം വെറും ചീട്ടുകൊട്ടാരങ്ങളായിരുന്നുവെന്ന്. എന്നുമുള്ള വഴക്കുകള്, പരസ്പരം മിണ്ടാതിരിക്കല്, പരസ്പരം വെറുപ്പ്, വിദ്വേഷം. മാതാപിതാക്കൾക്ക് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്നേഹിക്കുവാനോ അവര് പറയുന്നതിൽ വിട്ടുവീഴ്ച മനോഭാവം എടുക്കുവാനോ എനിക്ക് സാധിച്ചില്ല. പലപ്പോഴും ഞാൻ അവരുമായിട്ട് പലപ്പോഴും സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് ദൈവത്തോട് തന്നെ വെറുപ്പ് തോന്നി. എന്തിനെന്നെ ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് എന്നെ നയിച്ചു? എന്നോട് തന്നെയുള്ള ബന്ധം. ഞാൻ പല ഫംഗ്ഷനുകളിലും പോകാതെയായി. എന്റെ ഈ വിവാഹം നടത്തി തന്നത് എന്റെ തന്നെ കസിൻ ആയിട്ടുള്ള ഒരു ചേട്ടനാണ്. ആ ചേട്ടനോട് എന്തെന്നില്ലാത്ത ദേഷ്യമായിരുന്നു. പിന്നീട് ധ്യാനങ്ങളിലും ഏറ്റവും പ്രത്യേകമായി മിസിയോ ഫിസിക്കൽ കോഴ്സിൽ പങ്കെടുത്തപ്പോഴാണ് പാപാവസ്ഥയെ കുറിച്ച് എനിക്ക് മനസ്സിലായത്. ഞാൻ എത്രത്തോളം പാപാവസ്ഥയിലായിരുന്നു എന്ന് എനിക്ക് വളരെയധികം ബോധ്യം ഈ മിസിയോയിലൂടെ ലഭിച്ചു. അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവിന്റെ മാതാപിതാക്കളും ബന്ധുക്കളുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപാവസ്ഥയിലാകുമ്പോൾ നമ്മളുടെ ബന്ധങ്ങളുടെ തകർച്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ദാവീദ് രാജാവിന്റെ ഒരു ദീനരോധനം നമ്മൾ സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ദാവീദ് രാജാവിന്റെ രോദനമാണിത്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. വീണ്ടും ഇത് അടിമത്തത്തിന്റെ രോദനം. സങ്കീർത്തനത്തിൽ നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. അതുകൊണ്ട് സെന്റ് അഗസ്റ്റിന്റെ ഒരു വചനം, ഒരു കൊട്ടേഷൻ ഉണ്ട്, ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുവോളം എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. അതേ പാപാവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. നമ്മൾ പാപാവസ്ഥയിൽ നിന്ന് മാറി ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടണം. ഇതാ തകർന്ന മനുഷ്യൻ പൂർണ്ണമായി അവന്റെ പ്രത്യാശ നഷ്ടപ്പെടുന്നു. വീട്ടാനാകാത്ത വലിയ കടത്തിൽ നിബന്ധിക്കുന്നു, പാപത്തിന്റെ അടിമത്തത്തിലാകുന്നു. അതുകൊണ്ടാണ് റോമർ ലേഖനം 7:15 ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല,
എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതെല്ലാം വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഈ ഒരു വചനത്തെ പറ്റി കാർമലി ചേച്ചി വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു. ഇവിടെ ഇതാ, ഞാൻ പാപം ചെയ്യുന്നത് കൊണ്ടാണോ ഞാൻ പാപിയാകുന്നത്, അതോ ഞാൻ പാപി ആയതുകൊണ്ടാണോ ഞാൻ പാപം ചെയ്യുന്നത്? പ്ലാവില് ചക്കയാണ് നമുക്ക് ലഭിക്കുക, പ്ലാവ് ആയതുകൊണ്ടാണ് ചക്ക നമുക്ക് ലഭിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ പാപി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പാപം ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാ വീണ്ടും റോമർ 7:19 തുടങ്ങി 20 വരെയുള്ള തിരുവചനങ്ങള്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളിലുള്ള പാപാവസ്ഥയാണ് നമ്മളെ പാപം ചെയ്യിപ്പിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്ത തിന്മയല്ല, ഇച്ഛിക്കാത്ത നന്മയാണ് ചെയ്യുന്നത്. വീണ്ടും ഇതാ, ലോസ്റ്റ് ദ കൺട്രോൾ ഓർ എവറിത്തിങ്, ലോസ്റ്റ് ദ കൺട്രോൾ ഓൺ സെൽഫ്. നമ്മളിലുള്ള പൂർണ്ണമായ നിയന്ത്രണം നമുക്ക് നഷ്ടമാകുന്നു. നാം പാപാവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മളിലുള്ള പരിപൂർണ നിയന്ത്രണം നമുക്ക് നഷ്ടമാകുന്നു. റോമർ 7:24 വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു രോദനം പറയുന്നുണ്ട്, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? അതേ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ ദുർഭകനായ മനുഷ്യൻ, എന്നെ ഈ ഒരു പാപത്തിൽ നിന്ന്, ഈ ഒരു പാപാവസ്ഥയിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? നമുക്ക് ഒരു മിനിറ്റ് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, എത്രത്തോളം ഞങ്ങളുടെ പാപാവസ്ഥയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നതെന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. ദൈവമേ, ഈ പാപാവസ്ഥകള് തിരിച്ചറിയുവാനും അതിൽ നിന്ന് പരിപൂർണ വിടുതൽ ഞങ്ങൾക്ക് ലഭിക്കുവാനും അവിടത്തോട് ഞങ്ങൾ യാചിക്കുന്നു. ദൈവമേ, പാപാവസ്ഥയെ കുറിച്ചിട്ടുള്ള ആഴത്തിലുള്ള വലിയ ബോധ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു സീന ചേച്ചി. പാപാവസ്ഥ എങ്ങനെയാണ് നമ്മെ ദൈവസ്നേഹത്തിൽ നിന്നും അകറ്റുന്നതെന്നും പരസ്പരമുള്ള സ്നേഹത്തിൽ നിന്നും മാറ്റം വരുത്തുന്നത് എന്നും സീന ചേച്ചി സ്ലൈഡ് പ്രസന്റേഷനിലൂടെ ദൈവവചനത്തെ അടിസ്ഥാനമാക്കി വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു. അടുത്തതായി വൈൻഡപ്പ് സെഷന് വേണ്ടി ആലീസ് ആന്റിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. നമ്മള് പ്രസന്റേഷനിലൂടെയും സാക്ഷ്യത്തിലൂടെയും പ്രഘോഷണത്തിലൂടെയും എല്ലാം നമ്മള് കണ്ട ഒരു കാര്യം നമുക്കറിയാമല്ലോ, ഈ ഒരു പ്രോഗ്രാമിലൂടെ ആ ഒരു അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിന്റെ പ്രാരംഭ പ്രഘോഷണം അവരൊക്കെ വ്യക്തമാക്കി പറയുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യുത്തരത്തിന് നമ്മളെ ക്ഷണിക്കുക. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട ദൈവം നമ്മളെ സ്നേഹിക്കുന്ന കണ്ടു, അനുഭവിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ അനുഭവമായിരുന്നു ദൈവം അത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ട് അനുഭവപ്പെടുന്നില്ല. കാരണം നമ്മൾ അവിടെ പെട്ട കാര്യം ഒക്കെ നമ്മൾ വിശദമായിട്ട് കണ്ടു കഴിഞ്ഞു. അതായത് ആദ്യ മാതാപിതാക്കള് അനുസരണക്കേട് മൂലം ആ വീട്ടിൽ നിന്ന്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ലൈനിൽ നിന്ന് മാറിപ്പോയപ്പോൾ അവർക്ക് ജനിച്ച മക്കളെല്ലാരും ആ അന്ധകാരത്തിലെ, അടിമത്തത്തിലെ, പാപാവസ്ഥയില്. നമുക്ക് ഇന്ന് ലോകത്തില് നമ്മൾ പറയുമല്ലോ സ്ട്രക്ചേഴ്സ് ഓഫ് സിൻ എന്ന്, പാപത്തിന്റെ സംവിധാനങ്ങൾ നമ്മൾ വേണമെന്ന് വെച്ചാൽ പോലും നമുക്കിവിടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഒരു ബന്ധനത്തിലായി കിടക്കുക. അപ്പൊ ഇതുപോലുള്ള ഒരു നമ്മളെല്ലാം ഒന്നടങ്കം ഈ ഒരു ബന്ധനാവസ്ഥയിൽ, നേരത്തെ നമ്മൾ കണ്ടല്ലോ, ദൈവവചനം കണ്ടു, നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണെങ്കിലും ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിൽ പെട്ടുപോയിരുന്നു. ഈ ഒരാഴ്ചയില് നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യം, നമ്മളെല്ലാവരും ഈ ഒരു ബന്ധനത്തിലാണ്, ഈ ഒരു പാപാവസ്ഥയിലാണ്, ഈ ഒരു അന്ധകാരത്തിലാണ്, ഒരടിമത്തത്തിലാണ്. നമുക്ക് സ്വന്തം കഴിവ് കൊണ്ട് അതിൽ നിന്ന് കയറി പോരാൻ പറ്റില്ല. നമുക്ക് ആർഷഭാരതത്തിന്റെ ഋഷിമാരൊക്കെ പറയുന്ന കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതംഗമയ. ഇതെല്ലാ മനുഷ്യരും ഇങ്ങനെ എങ്ങനെ രക്ഷപ്പെടും? ഈ അന്ധകാരത്തിൽ നിന്ന്, ഈ അടിമത്തത്തിൽ നിന്ന്, ഈ മരണത്തിൽ നിന്ന് എങ്ങനെ മോചിക്കപ്പെടാൻ പറ്റും? നമുക്ക് സ്വയം രക്ഷിക്കാനും പറ്റില്ല, നമുക്ക് ആരെയും പരസ്പരം രക്ഷിക്കും. ഈ മനുഷ്യവംശം ഒന്നടങ്കം നന്മ ചെയ്യുന്നവരില്ല, ഒരുവനുമില്ല. ഒന്നടങ്കം നിസ്സഹായതയും.
തിന്മ ചെയ്യരുതെന്നുണ്ട്, നന്മ ചെയ്യണമെന്നുണ്ട്, പറ്റുന്നില്ല. ഈ ഒരു ബന്ധനാവസ്ഥയിൽ ആയിപ്പോയി എന്നുള്ള ആ വലിയ സത്യമാണ് ഈ ഒരാഴ്ചയിൽ നമ്മൾ രണ്ടാമത്തെ ഒരു വലിയ കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിൽ വേണ്ട പ്രത്യുത്തരം നമ്മളെല്ലാവരും ഒന്നടങ്കം, നമ്മൾ വേണമെന്ന് വെച്ചാലും വേണ്ടെന്ന് വെച്ചാലും, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തായിപ്പോയി. പറഞ്ഞില്ലേ, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ വെച്ചതന്നെ പാപിയാണ്. നമ്മുടെ ആ പാപാവസ്ഥ, നമ്മുടെ ആ നിസ്സഹായ സ്ഥിതി, ആ ലോകത്തിന്റെ ആ ഗതികേട്, അടിമത്വം, ഇതിനെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു ബോധത്തിലേക്ക് നമ്മൾ വന്നിട്ട് ശരിക്കും ആര് രക്ഷിക്കും, ആ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹവും നമ്മളെല്ലാം ഒന്നടങ്കം, നമ്മൾ എത്ര നന്മ ചെയ്താലും നമ്മൾ പറയും, അതായത് പണ്ട് നിക്കാദേമോസിനോട് പറഞ്ഞതുപോലെ നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവത്തിൽ പ്രവേശിക്കാൻ പറ്റില്ലെന്ന്. അതായത് നമ്മള് ഈ ലോകത്തിലുള്ള എത്ര നല്ല മനുഷ്യരാണെങ്കിലും, ജഡിക മനുഷ്യരായാലും മാന്യന്മാരായാലും ധാർമ്മികരാണേലും എല്ലാവരും ഈ അന്ധകാരത്തിലാണ്. നമ്മൾ പുണ്യം ചെയ്തത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല, നമുക്ക് തന്നെ രക്ഷിക്കാനും രക്ഷപ്പെടാനും പറ്റില്ല, പുറമേ നിന്ന് വരണം എന്നുള്ള ആ ഒരു വലിയ സത്യമാണ് ഇന്നത്തെ ഈ ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് തരുന്ന ആ ഒരു വലിയ യാഥാർത്ഥ്യം. അപ്പൊ അവിടെ നമുക്ക് നമ്മളെല്ലാവരും ഒന്നടങ്കം, ആരും ആരെക്കാട്ടിലും വെച്ചോ മോശമൊന്നുമില്ല, ഒന്നടങ്കം എല്ലാവരും ഈ നരകത്തിന് പറഞ്ഞില്ലേ, പാപത്തിന്റെ വേദന മരണമാണ്. നമ്മളെല്ലാവരും അന്ധകാരത്തിലാണ്. ദൈവം നമ്മളെ കൈവിടില്ല. അത് നമ്മൾ അടുത്ത ആഴ്ചയിൽ അതിന്റെ ആ ഒരു സദ്വാർത്ത, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുക. ആ സദ്വാർത്ത ഇതുപോലെ നമ്മൾ പറയല്ലേ, അങ്ങേയറ്റം വിശക്കുന്നവർക്കാണ് നല്ല ഭക്ഷണം കിട്ടുമ്പോഴേക്ക് ആയി സന്തോഷത്തോടെ സംതൃപ്തിയോടെ കഴിക്കാൻ പറ്റുക. അപ്പം ആ രക്ഷയുടെ അനുഭവത്തിന്റെ ആഴം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എത്രമാത്രം അധപതനത്തിലാണ്, ബന്ധനത്തിലാണ്, രോഗാവസ്ഥയിലാണ്, പാപാവസ്ഥയിലാണെന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു അവബോധം ഒത്തിരി സഹായിക്കും. അപ്പൊ ആ ഒരു അവബോധത്തിലാണ് ഈ ഒരാഴ്ച നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരാഴ്ചത്തെ ചിന്തകളൊക്കെ ആ പാപാവസ്ഥയെ കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ദൈവവചനങ്ങളാണ് നമ്മൾ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുക. അപ്പം അവിടെ നമുക്ക് ആ ഒരു തിരിച്ചറിവ് വരുമ്പോൾ അതിൽ നിന്ന് കയറാനുള്ള, ആരെന്നെ രക്ഷിക്കും, സകൃതം പറയുന്നുണ്ടല്ലോ, കാറ്റിൽ ഉയർന്ന മാൻപേടയെ പോലെ, വെള്ളത്തിന് വേണ്ടി കൊതിക്കുന്ന വേഴാമ്പല് പോലെ, ദൈവമേ ആരെന്നെ രക്ഷിക്കും, എവിടുന്ന് രക്ഷ വരും? ആ ഒരു കരച്ചില്, എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള കരച്ചിലിന്റെ ഭാഗമായിട്ട് നമ്മളും ആ ഒരു നിസ്സഹായ സ്ഥിതിയെ കുറിച്ചുള്ള ആഴമേറിയ ഒരു അവബോധത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആഴത്തിലൊന്ന് വരാനുള്ള ശ്രമമാണ്. അതിന് സഹായിക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ചിന്തകളും എല്ലാം, ഈ ആഴ്ചത്തെ ചിന്തകളെല്ലാം അതിന് സഹായകമാകണം. അപ്പം ഈ ഒരു നമുക്കറിയാമല്ലോ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും വിചാരിച്ചാലും ശരിക്ക് ഈ ഒരു എന്നാ പറയാ, പാപത്തിന്റെ സംവിധാനങ്ങൾ നമുക്ക് ചുറ്റും ഒരുപാട് ശക്തമാണ്. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ കൊണ്ടല്ല, അതിനകത്ത് നമ്മൾ പെട്ടുകിടക്കുകയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ ഒരാഴ്ച നമ്മളെ കൂടുതൽ ക്ഷണിക്കുന്നത്. അതിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ ഈ ആഴ്ചത്തെ എക്സസൈസും എല്ലാം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ എത്രമാത്രം സഹകരിക്കുന്നു അത്ര ആഴത്തില് അനുഭവത്തിലേക്ക് വരാൻ പറ്റും. എത്ര ആഴത്തിലുള്ള അനുഭവത്തിലേക്ക് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരാൻ പറ്റുന്നോ അത്രയും അടുത്ത ലെവലിലേക്ക് നമുക്ക് അതിന്റെ അനുഭവത്തിൽ വരാനും സാധിക്കും. അപ്പൊ ഓരോ സ്റ്റെപ്പിലും ഓരോ വലിയ കാര്യങ്ങള് കൃത്യമായിട്ട് നമ്മൾ അങ്ങനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുക, അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ വളരെ കാര്യങ്ങൾ നമുക്കറിയാം. ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് മാമോദീസ മുങ്ങി സഭയിൽ അംഗങ്ങളായെങ്കിലും ഈ സുവിശേഷം കേട്ട് ആ വിശ്വാസ പ്രത്യുത്തരം നൽകി നമുക്ക് സുവിശേഷവത്കരിക്കപ്പെടാനുള്ള അവസരം കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് ആ നമ്മളെ സുവിശേഷം ഇവാഞ്ചലൈസ് ചെയ്യാനുള്ള പ്രൊക്ലമേഷനാണ് ഇത്. നമുക്കറിയാം, ഹോൾ പ്രോഗ്രാം തന്നെ നമ്മളെ മിഷനറിമാക്കാൻ, സുവിശേഷ പ്രഘോഷകരാക്കാനുള്ള ലക്ഷ്യത്തോടെയാണ്. അതിന്റെ തുടക്കമാണ് ഈ ഒരു പ്രിലിമിനറി കോഴ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഈ ഒരു ഘട്ടത്തില് നമ്മൾ ഈ ഒരു തിരിച്ചറിവിലേക്ക് കൂടുതൽ ആഴത്തിൽ വരാനാണ് നമ്മളെ ക്ഷണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കൂടുതൽ ആഴത്തിൽ വരാനും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യുത്തരം, ആരെന്നെ രക്ഷിക്കും, ഞാനും ഈ പാപാവസ്ഥയിലാണ്, ഈ അടിമത്തത്തിലാണ്, അവിടെ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് പുറമേ നിന്ന് രക്ഷ വരണം. ആ രക്ഷയ്ക്കായിട്ടുള്ള കാത്തിരിപ്പാണ് ഈ ഒരാഴ്ച. അതിന്റെ ദൈവം നമ്മളെ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.
താങ്ക് യു ആലീസ് ആന്റി. തന്റെ സ്വതസിദ്ധമായ പുഞ്ചിരിയിലൂടെ, ലളിതമായ ഭാഷയിലൂടെ നമുക്ക് വ്യക്തമാക്കി പാപാവസ്ഥയെ നാം എങ്ങനെ തിരിച്ചറിയണമെന്ന് മനസ്സിലാക്കി തന്ന ആലീസൂട്ടി ആന്റിക്ക് ഒത്തിരി നന്ദി. ആലീസൂട്ടി ആന്റി പറഞ്ഞതുപോലെ ഈ ഒരാഴ്ചക്കാലം നമ്മളിലുള്ള പാപാവസ്ഥയെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് ആഴത്തിൽ ചിന്തിക്കുവാനും അങ്ങനെ അതിൽ നിന്നും രക്ഷ പ്രാപിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി അനൗൺസ്മെന്റ്സ് ആണ്. ഇതുവരെയും സബ് ഗ്രൂപ്പിൽ അംഗത്വം ലഭിക്കാത്തവർ, അമേരിക്കയിൽ നിന്നുള്ളവർ സിമി റോബിനെയോ, ഇന്ത്യയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ ഉള്ളവർ ക്ലീറ്റസ് പോളിനെയോ ബന്ധപ്പെടേണ്ടതാണ്. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചു എന്നുള്ളത് ഒരു വോയിസ് മെസ്സേജ് ആയി നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഇൻവോൾവ്മെന്റ് എത്രമാത്രം ആണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കോഴ്സിന്റെ ഫലം നമുക്ക് വ്യക്തമായി അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും കഴിയൂ എന്നുള്ള കാര്യം എല്ലാവരും ഓർമ്മിക്കുക. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമാണുള്ളത്. ഏകദേശം 32 ക്ലാസ്സുകൾ ഉള്ള ഫുൾ കോഴ്സ് ആയ കെറിഗ്മ കോഴ്സ് മെയ് 8 മുതൽ 13 വരെ മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 9061954230 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഫെബ്രുവരിയിൽ ബാംഗ്ലൂരിൽ നടത്തിയ മിസിയോ കോഴ്സിന്റെ തുടർച്ചയായി ആലിസാൻഡിയുടെ നേതൃത്വത്തിലുള്ള മിസിയോ ടീം മെയ് മാസം 24, 25, 26 തീയതികളിൽ ലോഗോസ് റിട്രീറ്റ് സെന്ററിൽ വെച്ച് അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ച് മാത്രമായി ക്ലാസുകൾ നൽകുന്നു. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. ഇത്രയുമാണ് അനൗൺസ്മെന്റ്സ്. അടുത്തതായി നമുക്ക് സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നതിനായി ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്തിനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം എല്ലാവരും ഇന്ന് പാപാവസ്ഥയെ പറ്റി ചിന്തിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവസ്നേഹത്തെ പറ്റി ചിന്തിച്ചു. എന്തുകൊണ്ട് നമുക്ക് നമ്മൾ പാപികളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിശേഷിച്ച് പറഞ്ഞു നമ്മൾ സ്ട്രക്ചറൽ സിന്നിലാണ്, ആ ഒരു പാപത്തിന്റെ അവസ്ഥയിലാണ്. പലപ്പോഴും പാപമുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. അത് വളരെ ശരിയാണ്. കാരണം നമുക്കെല്ലാവർക്കും 2 ജീവിതമുണ്ട്. ഒരു രഹസ്യ ജീവിതവും ഒരു പരസ്യ ജീവിതവും. അടുത്ത കാലത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ഞാൻ കാണുവാനായിട്ട് ഇടയായി. അദ്ദേഹം ഏതാണ്ട് ഒരു ദിവസം 5 മണിക്കൂറോളം ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം ഒരു കൊച്ചു വാചകം എന്നോട് പറഞ്ഞു, രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധിയാണ് പരസ്യ ജീവിതത്തിന്റെ ശക്തി എന്ന്. രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധിയാണ് പരസ്യ ജീവിതത്തിന്റെ ശക്തി എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രഹസ്യമായിട്ട് മറ്റുള്ളവരാരും കാണാതെ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെ പുറമെയുള്ള വാക്കുകൾ, പ്രവൃത്തികൾക്ക് ഒക്കെ ശക്തി നൽകുന്നത്, സാക്ഷ്യം നൽകുന്നത്. പലപ്പോഴും നാം ഓർക്കും, ആരും കണ്ടില്ലല്ലോ, കേട്ടില്ലല്ലോ, അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, എൻ്റെ കുടുംബത്തിന് മാത്രമേ അറിയത്തുള്ളൂ, അത് വേറെ ആർക്കും അറിയത്തില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അങ്ങനെയുള്ള ആ ചിന്തകൾ, വാക്കുകൾക്കൊക്കെ വിശുദ്ധി ഉണ്ടാകുമ്പോൾ അതൊക്കെ നമ്മൾ പാപത്തിന്റെ അവസ്ഥയിലായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആ ചിന്തകളെ, രഹസ്യ ജീവിതത്തിലുള്ള നമ്മുടെ ചിന്തകളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പരസ്യ ജീവിതത്തിൽ നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കുവാനും നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ചെയ്യുവാനും ഒക്കെയുള്ള പ്രേരണ തരും. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും ഒക്കെയുള്ള കൃപ നമുക്ക് നൽകും. ഈ ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഈ ആഴ്ച പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ശംശയുടെ കൃപയും പിതാവാദയത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു ഫാദർ. ഇന്നത്തെ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നാം കേട്ട ഓരോ കാര്യവും
നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പതിയുവാനും അത് മറ്റുള്ളവർക്കായി പങ്കുവെക്കുവാനും ദൈവം നമ്മെ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹപൂർണമായി ചെലവഴിക്കാൻ നമ്മെ സഹായിച്ച ദൈവത്തിനും ഈ ഒരു പ്രോഗ്രാം നമുക്ക് വേണ്ടി ഒരുക്കിയ മിസിയോയുടെ എല്ലാ സഹകാരികൾക്കും നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൻ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. ആനന്ദമായി അത്ഭുതമായി അതിശയമായവൻ നടത്തിടുന്നു. ആനന്ദമായി അത്ഭുതമായി അതിശയമായവൻ നടത്തിടുന്നു. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൻ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. അന്നു വേണ്ടുന്നതൊക്കെയും നൽകി മുട്ടില്ലാതെന്നെ അവൻ നടത്തിടുന്നു. അന്നു വേണ്ടുന്നതൊക്കെയും നൽകി മുട്ടില്ലാതെന്നെ അവൻ നടത്തിടുന്നു. ഉറ്റവർ പോലും വെറുത്തതാം നാളുകളിൽ നിൻ സ്നേഹം എന്നെ തേടി വന്നു. ഉറ്റവർ പോലും വെറുത്തതാം നാളുകളിൽ നിൻ സ്നേഹം എന്നെ തേടി വന്നു. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൻ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. പാപത്തിനടിമയായി ജീവിച്ച നാളുകളിൽ ആലംബഹീനനായി തീർന്ന നാളിൽ, പാപത്തിനടിമയായി ജീവിച്ച നാളുകളിൽ ആലംബഹീനനായി തീർന്ന നാളിൽ സ്വർഗരാജ്യത്തിൻ അവകാശിയാക്കുവാൻ നിൻ സ്നേഹം എന്നെ തേടി വന്നു. സ്വർഗരാജ്യത്തിൻ അവകാശിയാക്കുവാൻ നിൻ സ്നേഹം എന്നെ തേടി വന്നു. ആനന്ദമായി അത്ഭുതമായി അതിശയമായവൻ നടത്തിടുന്നു. ആനന്ദമായി അത്ഭുതമായി അതിശയമായവൻ നടത്തിടുന്നു. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൻ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൻ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിടുന്നു.